I want it. Gotta make to myself a promise. I won't quit, keep going till I got it. I won't give up till I'm on top. Yo, no, I ain't the type to give up. If I do something, man, I do it till I get what I want. I turn a business out of nothing into something I love. I got a poker face, but honestly, I'm not one to bluff. I flip a switch, never miss, man, I always stay up. Don't let them see me. തല്ലി തന്നെ തീർക്കാം. ചാവാനായാലും ജീവിക്കാനായാലും ഒരുമിച്ചാ. നമ്മുടെ ഇടയിൽ പ്രണയത്തെക്കാളും കൂടുതൽ പ്രതികാരമാ. അതെ മിസ്റ്റർ തീരാവ് മാധവ്, പ്രതികാരം അതാ കൂടുതൽ. പ്രതികാരത്തിന്റെ രാവുമായി കൊലവിളി നടത്തുന്നത് പണ്ട് നടന്ന രണ്ടു പേർക്കിടയിലുണ്ടായ പ്രശ്നങ്ങളാണ്. മാധവ് മഹാദേവൻ, ദേവ ഇൻഡസ്ട്രീസിന്റെ സിഇഒ മഹാദേവന്റെ ഒരു മകനാണ് മാധവ്, കോടികളുടെ ഉടമ. പക്ഷെ അതിന്റെ അഹങ്കാരം ആരോടും കാണിച്ചിട്ടില്ല. ആരുമായിട്ട് പ്രത്യേകിച്ച് ആൾക്ക് അടുപ്പമില്ല, ഒരാളോടൊഴികെ. തന്റെ പ്രിയ കൂട്ടുകാരൻ ഡേവിഡ് മിഹൽ. ഡേവിഡിന്റെ അച്ഛനാണ്. മഹാദേവന്റെ ഡ്രൈവറായിരുന്നു മിഹൽ. ഒരു ആക്സിഡന്റ് മിഹൽ മരിച്ചപ്പോൾ മഹാദേവനാണ് ഡേവിഡിനെ നോക്കിയതൊക്കെ. മാധവും ഡേവിഡും തമ്മിൽ വളരെ നല്ല സുഹൃത്തുക്കളാണ്. ചെറുപ്പം മുതലുള്ള അവരുടെ സൗഹൃദം വലുതായിട്ടും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഡേവിഡിന് സ്വന്തമായൊരു ബിസിനസ് തുടക്കണം എന്നുള്ളൊരു ഡ്രീമായിരുന്നു. അതിന് മാധവ് അവൻ്റെ കൂടെ നിന്നു. രണ്ടുപേരും കൂടി സ്വന്തമായൊരു ബിസിനസ് തുടങ്ങി നല്ല രീതിയിൽ അത് തഴച്ചു വളർന്നു. അവർക്കിടയിലേക്ക് മറ്റൊരാളും കൂടി വന്നു, രേണുക, ഡേവിഡിന്റെ പ്രണയിനി. രണ്ട് കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അടിയും പിടിയും ഒക്കെ കൂടി ഒരു രജിസ്റ്റർ മാരേജ് കൂടി അവരുടെ പ്രണയം പൂവണിഞ്ഞു. ഇതിനിടയിൽ ആരും പ്രതീക്ഷിക്കാതെ മാധവ് ഡേവിഡിനെ ചതിച്ചു. ബിസിനസ്സിൽ അതിന് ഡേവിഡിന് ഒരുപാട് തകർച്ച പറ്റി. ഡേവിഡ് തകർന്നു പോയ നിമിഷങ്ങളായിരുന്നു. സ്വന്തം ഡ്രീം ബിസിനസ് തകർന്നതല്ല, തൻ്റെ സുഹൃത്ത് എന്തിനു വേണ്ടി തന്നെ ചതിച്ചു. അതിന് മാത്രം എന്ത് തെറ്റ് ഞാൻ അവനോട് ചെയ്തു? ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവൻ്റെ വെങ്ങലായ മനസ്സിലുണ്ട്. രണ്ട് ശരീരവും ഒരു മനസ്സായി അവർ ബദ്ധശത്രുക്കളായി മാറി. മാധവനോടുള്ള വൈരാഗ്യവും വാശിയും ഡേവിഡിന് അവൻ്റേതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ളൊരു കരുത്തായി മാറി. മാധവനെതിരാളിയായി തന്നെ ഡേവിഡ് മിഖായിൽ വളർന്നു. മാധവ് സാർ, ധീരജ് സാർ ഇന്നലെ വീട്ടിലേക്ക് വന്നിട്ടില്ല. വാട്ട്? അവൻ വന്ന് പറഞ്ഞേക്ക്, ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായി എന്നെ വിളിക്കരുതെന്ന്. ടൈം ഒരുപാടായി, മീറ്റിംഗ് ഉള്ളതല്ലേ, ഞാൻ റെഡിയായിട്ട് വരാം. വണ്ടി റെഡിയാക്ക്. ഓക്കെ സാർ. You are very amazing and so beautiful. അടിച്ചെൻ്റെ കിക്ക് തരായിട്ടും വിട്ടല്ലേ. ബട്ട് യു ആർ ലുക്കിംഗ് ഹാൻസം ആൻഡ് വെരി ഹോട്ട്. ഐ ആം സാറ്റിസ്ഫൈഡ്. Any girlfriend? No dear, I'm single. I like it single. ഇടയ്ക്കെപ്പോഴും ഇതുപോലുള്ള ഓരോ സുന്ദരിമാർ എൻ്റെ കൈ വരും. പോവാണോ? ഇനി വരില്ലേ? No dear, only one time. അതിനപ്പുറം എന്നെ കാണാൻ പോലും നിനക്ക് കിട്ടില്ല. ബൈ. Hi, babe. I will give you a wonderful death. No, എന്നൊന്നും ചെയ്യരുത്. Help me. Oh no. Help me. Anyone help me. Help me. Please open the door. Please. Hello. Hello. നിങ്ങൾ ആരും ഇല്ല.
ആ ധീരമാധവും വന്നോ? ഇതെന്താ വല്ല സത്രാണോടാ? തോന്നുമ്പോ വരാനും പോവാനൊക്കെ. ഇപ്പൊ സമയം എത്രയെന്നു വിചാരം? കൂട്ടിലെ നായയും പുറത്ത് സെക്യൂരിറ്റി ഗാർഡിനെയും കാണുന്നില്ല. അതിന്റെ പണിയങ്ങ് ഏറ്റെടുത്തിരിക്കുവാണോ? ധീരവ്, നീ എന്നെ കളിയാക്കണോ? കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. നീ ഇത്ര നേരം എവിടെയായിരുന്നടാ? ഒരു അസല് ചെറുക്കൻ്റെ ഒപ്പായിരുന്നു. അതിന്റെ കിക്ക് അങ്ങ് വിട്ടപ്പോ ഇങ്ങ് പോന്നതാ. മാധവ് സാറിന് വേണോ ആ ചരക്കിനെ? ധീരവ്, നീ സംസാരിക്കുന്നതിന്റെ ഡാഡയുടെ അടുത്താ. അത് മറന്ന് സംസാരിക്കരുത്. സീരിയസ്ലി മിസ്റ്റർ മാധവ്, യു ആർ മൈ ഡാഡ. ഗുഡ് നൈറ്റ്. സാർ, മാധവ് സാർ, സാർ ഓക്കെ അല്ലേ സാർ? അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ താൻ? ഞാൻ എങ്ങനെ ഓക്കെ ആവാനാടോ? ഏതൊരു നിമിഷത്തിൽ പറഞ്ഞു പോയി ഞാൻ അവന്റെ ഡാഡ ഇല്ലെന്ന്. പക്ഷെ അത് അവൻ അതൊക്കെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞാൻ അവന് ദത്തെടുത്താന്ന് അറിഞ്ഞപ്പോ പോലും അവൻ എന്നെ ഡാഡ എന്ന് പോലും വിളിച്ചിട്ടില്ല. എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എന്നെ വിട്ട് പോവാണോ? സാർ പ്ലീസ് സാർ, സാറ് വിഷമിക്കണ്ട. ധീരവമോൻ എന്തായാലും സാറിനെ മനസ്സിലാക്കുന്നൊരു ദിവസം വരും. എനിക്കത് ഉറപ്പാ. അവൻ മനസ്സിലാക്കുന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഒരുക്കുന്നത്. എന്താ ഷാഹിൽ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഫോട്ടോസും വീഡിയോസും കിട്ടിയോ? കിട്ടിയിട്ടുണ്ട് സാർ. പറ്റുന്ന രീതിയിൽ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ സാർ, ഈ ഫോട്ടോസും വീഡിയോസും വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? അതെനിക്ക് മനസ്സിലാവാത്തത്. ഈ ഫോട്ടോസിന്റെ തുറുപ്പ് ചീട്ടാടോ മാധവന്റെ മകന്റെ ലീലാവിലാസ. വാട്ട് യു മീൻ ഡാഡ്? ഇസ്ര, വേറൊന്നുമില്ലടാ. ഈ ഫോട്ടോസ് എലക്ഷനിലേക്ക് എനിക്ക് ആവശ്യപ്പെടും. മാധവ് മഹാദേവനെ മുട്ടുകുത്തിക്കാനുള്ള ഐഡിയ കൊള്ളാം. ഡാഡിക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. ഓക്കെ ഡാഡി, ഐ എം ടയർഡ്. ഗുഡ് നൈറ്റ്. എന്റെ മകനെ കാണുമ്പോൾ എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട്. രാവിലെ ഇവിടെ എണീറ്റ് കഴിഞ്ഞാൽ പച്ച വെള്ളം തരാൻ പോലും ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ ഇവിടെ? ഒരു കോഫി കിട്ടോ? നിങ്ങളുടെ കയ്യും കാലൊക്കെ ഒന്ന് നോക്കട്ടെ. ആഹാ, ഒരു കുഴപ്പമില്ലല്ലോ. വന്നെടുത്ത് കുടിച്ചാൽ എന്താ മനുഷ്യ നിങ്ങൾക്ക്? നിങ്ങളുടെ വേലക്കാരെ വല്ലതും വെച്ചിട്ടുണ്ടോ? അതിന്റെ ആവശ്യമില്ലല്ലോ. നീ അല്ലേ എന്റെ ഭാര്യയായി നീ ഇരിക്കുമ്പോ പിന്നെ എന്തിനാ? ഓ, വേലക്കാരുടെ ആവശ്യമില്ല. അതിന് പകരം ഞാനുണ്ടല്ലോ ഇന്നലെ. നിങ്ങൾ ആള് കൊള്ളാലോ മനുഷ്യ. നിങ്ങളെ കെട്ടിയപ്പോ മുതലേ ഞാൻ നിങ്ങളുടെ ഈ തിരുമോന്തി ആ കിച്ചനും നിങ്ങളുടെ മക്കളുടെ മൊരമോന്ത മാത്രമേ കാണലുള്ളൂ. നീ എന്നെ തെറ്റിദ്ധരിക്കില്ല കാര്യം. വേലക്കാരികളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്നെ സെഡ്യൂസ് ചെയ്ത് അവരവരേതാക്കി മാറ്റി എന്നെ. ഓ, സെഡ്യൂസ് ചെയ്യാൻ പറ്റിയൊരു മോന്ത. തീരെ വായിലൊന്നും പറയിപ്പിക്കരുത്. പൈസ മുഴുവൻ ഉണ്ടാക്കി വാരി കൂട്ടിയിട്ടുണ്ടല്ലോ. ഒരു വേലക്കാരി വെച്ചാൽ എന്താ മനുഷ്യ? ഈ കൊട്ടാരം പോലുള്ള വീട് അടിച്ചു തുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ. എടി അങ്ങനെ പറയില്ലടി. പൈസയൊക്കെ ചെലവായി പോവാ. നമ്മുടെ രണ്ട് മക്കളും കൂടി ചെലവാക്കുന്നതിന് കയ്യും കണക്കുള്ളടി. ഞാൻ പെട്ടെന്നല്ല പിച്ചക്കാരനായി തീരുന്നതിനെയാണ്. ഡാഡി പിച്ചക്കാരനായാലും ഡാഡി എന്നെ കാരണം. മമ്മ, ഞങ്ങൾക്കൊന്നല്ല വാരിക്കോരി ചെലവാക്കുന്ന ആ സെക്രട്ടറിക്കാ. ആദ്യപ്പോ കെട്ടിക്കിടന്ന ഭാര്യയെ നോക്കാൻ വയ്യ, പുറത്തുള്ള വെപ്പട്ടിക്ക് കാശ് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. ഈ പിള്ളേരങ്ങ് പൊക്കോട്ടെ. എനിക്ക് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട്, ഇപ്പൊ തന്നെ പോകണം. നിങ്ങളെങ്ങാനും ഇവിടുന്ന് എണീറ്റ നിങ്ങൾക്ക് പിന്നെ എഴുന്നേക്കും കാലുണ്ടാവില്ല. അയ്യോ അങ്ങനെ വേണ്ട. ഇടത്തെന്റെ സമച്ചോക്കി സമാധാനായില്ലടാ. നീ എന്റെ തന്നെയാണോടാ മോൻ. ലക്ഷ്മണ, ഡാഡിയുടെ ഡൗട്ട് നീ തീർത്തോട്ടല്ലേ? മമ്മ, ഡാഡിക്ക് ഒരു ഡൗട്ട്. പൊന്നു മക്കള്, നിങ്ങൾക്ക് ലംബോഗിന് വേണമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ മേടിച്ചിടും. എന്റെ ഡെഡ് ബോഡി കാണാൻ നിങ്ങൾ എന്തിനാ ഇത്ര ആഗ്രഹിക്കുന്നത്? അവൾ എന്നെ ഇപ്പൊ കയ്യും കാലം മാത്രമേ തല്ലുപിടിക്കും. ഇതുകൂടി കേട്ട് എന്റെ ഡെഡ് ബോഡി ആക്കൂടാ. ലംബോഗിന് ലക്ഷ്മണ, വേണ്ടടാ. നമ്മുടെ ഡാഡിയല്ലേ. അപ്പല ലംബോഗിനോടൊപ്പം സ്പോർട്സ് കാർ കൂടി. ഇതിനും ഭേദം ഡെഡ് ബോഡി ആവുന്നതായിരുന്നു. ഈശ വിളിക്കുന്നല്ലോ. ഹലോ, എന്താ ശരിക്കും? എന്ന് പറ്റിട്ടില്ല ലക്ഷ്മ. എടാ എന്താടാ ഈശാനിടെ വിളിച്ചത്? ധീരവിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. ഏതോ ഒരു പെങ്കുച്ചിനെ കൊന്ന കേസിലാ. എടാ, തെളിവൊക്കെ അവനെ എതിരാന്നാ പറയുന്നത്. നോ, ധീരവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നോ? അവൻ തന്നെയായിരിക്കും ചിലപ്പോ ആ കൊച്ചിനെ കൊന്നിട്ടുണ്ടാവുക. രാക്ഷസന്റെ ജന്മം അത്. അനീജ്, നീ ഇതെന്താ ഈ പറയുന്നേ?
എൻ്റെ ഒരു കൂട്ടുകാരന്മാരുടെ മക്കളല്ലേ അവർ രണ്ടുപേരും, അവരങ്ങനെയൊക്കെ ചെയ്യോ? പക്ഷെ മാധവിന്റെയോ ഡേവിഡിന്റെ ഒരു സ്വഭാവം പോലും അവർക്ക് കിട്ടിയിട്ടില്ല. ധീരവായാലും ഇസ്രയേലും രണ്ടും ചെകുത്താന്റെ സ്വഭാവമുള്ളവരാ. എന്റെ മക്കളെ പോലെ അല്ലടി ഈ പാവങ്ങള്. അവന്മാരെ കൂട്ടുകാരന്മാരെ നടക്കുന്നത് വെക്കുമ്പോൾ എനിക്ക് പേടിയാ. ഡാഡിന്റെ ഫ്രണ്ട്സ് തല്ലുകൂടിയിട്ടും ഡാഡ് അവർ രണ്ടുപേരുടെ കൂടെ നിൽക്കുന്നില്ലേ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവരും. അവർ ചെകുത്തന്മാരായാലും ഞങ്ങൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും എപ്പോഴും. നമുക്ക് എന്തായാലും അവിടെ നിന്ന് പോയി നോക്കാം, എന്താ ഇവരെന്ന് ശരിക്കും അറിയാലോ. പോണ്ടയുടെ പിള്ളേരെ ഞാൻ പറയുന്നേക്ക്, ആ ഇസ്രയും ധീരവും ഒക്കെ പെരുത്ത ശത്രുക്കളെ രണ്ടും കൊല്ലാൻ വേണ്ടി നടക്കുക കണ്ടു കഴിഞ്ഞാൽ അവന്മാരുടെ കൂട്ടൊക്കെ എന്തിനാടാ കൂടുന്നത്? പോവല്ലടാ. ഞാൻ പറയുന്ന കേക്ക, ഈ കസാരയും മേശയും ചെവിരൊക്കെ തന്നെ ഉള്ളൂ, തിരിച്ചൊന്നും പറയത്തില്ലല്ലോ. എന്താടാ നോക്കി പേടിപ്പിക്കുന്നേ? എല്ലാ തെളിവും നിനക്കെതിരെയാ. വന്ന് വണ്ടേ കയറടാ, പിടിച്ച് കേട്ടടോ. ഹരീഷ്, നീ വക്കീലിനെ വിളിക്കേ, വേഗം ആവട്ടെ. സാർ, ധീരവ് സാർ ഇത് ചെയ്തിട്ടുണ്ടാവോ? ഇല്ല, അവൻ ഒരിക്കലും ഇത് ചെയ്യില്ല. അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് പറയാനും അറിയാം. ഓക്കെ സാർ, ഞാൻ എന്തായാലും വിളിക്കാം. എന്തിനാടാ പെങ്കുച്ചിനെ കൊന്നത്? അവളുടെ കൂടെ കിടന്ന് അവൾക്ക് വയറ്റിലുണ്ടാക്കി കൊടുത്തു നീ. കൊച്ചിന്റെ തന്ത അന്വേഷിച്ച് വന്നപ്പോ തീർത്തതാണോ നീ? എന്തിനാടാ ഈ പ്രഹസനം? നീ ചോദിക്കുന്നതിന് നീ വിചാരിക്കുന്ന ഉത്തരം എന്റെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. നീയൊക്കെ നിന്റെ തലയെ കെട്ടാനല്ലേ നിൽക്കുന്നത്. കെട്ട്. ഞാൻ തന്നെ ഈ കൊലപാതകം ചെയ്തെന്ന് പറഞ്ഞ് കോടതിയിൽ എത്തിച്ച് എനിക്ക് തൂക്കേറ് മേടിച്ചെന്നാണോ? ഇല്ലെങ്കിൽ നീ എന്ത് ഇടാം? എന്നെ വെല്ലുവിളിക്കുന്നോ? ഇവന്റെ ശരീരത്തിൽ ചോര പൊടിയാത്ത ഒരു സ്ഥലം പോലും ബാക്കിയുണ്ട് അവരത്ത്. തലി ഇവന്റെ വായിന്ന് തന്നെ വരണം. ഇവനാണ് ആ പെങ്കൊച്ചിനെ കൊന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ് സാർ. എന്താണ് നിർത്തിക്കളഞ്ഞത്? മതിയോ? ക്ഷീണിച്ചോ നീയൊക്കെ? ഇനിയും തല്ലടാ, തല്ലേ. നീ എത്ര തല്ലിയാലും നീ വിചാരിക്കുന്ന വാക്കുകളൊന്നും എന്റെ വായിന്ന് വരില്ലടാ. എന്താടോ? സാർ, എത്ര അടിച്ചിട്ടും അവനൊന്നും പറയുന്നില്ല. ഇപ്പോഴും അഹങ്കാരം. വിട്ടേക്ക്. തെളിവുകളൊക്കെ അവനെതിരാ, ബാക്കി കോടതിയെ നോക്കാം. ധാരവിന്റെ ഫോട്ടോസ് നമ്മുടെ കയ്യിലല്ലേ, വീഡിയോസും. അതെങ്ങനെ തെളിവായിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി? അറിയില്ല സാർ, എനിക്കും മനസ്സിലാവുന്നില്ല. സാർ, നമ്മളല്ലാതെ മിസ്റ്റർ മാധവ് മഹാദേവിന് വേറെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ബിസിനസ് സാമ്രാജ്യത്ത് എതിരാളികൾ ഇല്ലാതിരിക്കും ഷാഹിൽ. വേറെ ഉണ്ടാവും, ഐ ഡോണ്ട് നോ. പക്ഷെ എന്നെക്കാട്ടും വലിയൊരു എതിരാളി അവൻ ആരാണെന്നുള്ളത് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല, ആ ചെറുക്കിനെന്താ കുറ്റം സമ്മതിച്ചോ? ഇല്ല സാർ, കുറ്റം സമ്മതിച്ചിട്ടില്ല. അവനെ ഇന്നലെ പിടികൂടാൻ തന്നെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു. നൈറ്റിലാ അവനെ കിട്ടിയിരിക്കുന്നല്ലേ. ഒരുപാട് പെരുമാറിയിട്ടുണ്ട് പോലീസുകാര്, പക്ഷെ തുറന്നൊന്നും പറഞ്ഞിട്ടില്ല അവൻ. മാധവന്റെ രക്തമല്ല, അതുകൊണ്ടാ ആ ചെറുക്കൻ ഇങ്ങനെയെന്ന് എനിക്ക് തോന്നുന്നത്. മാധവന്റേതാണെങ്കിൽ ചതിക്കാനേ അവനറിയൂ, ഒരാളെ കൊല്ലാളെ തരുന്നുണ്ടാവില്ല. സാറേ, ഞാൻ രാം സാറിന്റെ ആളാട്ടോ. കൂടെ നിന്ന് ചതിക്കാനോ പിറകുന്ന കുത്താനോ നോക്കരുത്. വന്നപ്പോ എന്നെ സഹായിച്ച രാം സാർ. ഒരിക്കലും ഞാൻ നിങ്ങളെ ചതിക്കില്ല സാർ. എന്റെ തല പോയാലും നിങ്ങൾക്ക് എതിരെ നിൽക്കില്ല. സാറിന് വേണ്ടിയുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട് സാർ. വരൂ സാർ. ധീരം, നിനക്ക് വാദിക്കാൻ വക്കീല് വേണ്ടത് എന്തിനാ പറഞ്ഞേ? അങ്ങൾ അതിന്റെ സങ്കടത്തിൽ. ഐ ഹാഡ് ഇറ്റ് മൈസെൽഫ്. എനിക്ക് ഒരുത്തനും സഹായം വേണ്ട. യു അണ്ടർസ്റ്റാൻഡ്? ധീരം, നീ ഇങ്ങനെ വാശി പിടിക്ക. ധീരം, മോനിച്ചറിത് അവൻ എന്താ പറഞ്ഞത്? വക്കീലിന്റെ കാര്യം. ഐ ഹാഡ് ഇറ്റ് മൈസെൽഫ്. ഇതാ പറഞ്ഞ സോറി അങ്കിൾ. സമ്മതിക്കുന്ന ലെറ്ററിനല്ല. നിനക്കിപ്പോ സന്തോഷമായില്ലേ നീ അതിന് കോടതിയിലേക്ക് വന്നെന്ന്? ഈ കേസിൽ നിന്നും അവൻ എങ്ങനെ ഊരിപ്പോരുന്നറിയാൻ വേണ്ടി. ധീരവിന് വേണ്ടി വാദിക്കാൻ വക്കീലല്ലേ? യുവർ, ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ടി വാദിക്കുന്നത്. ഞാനൊരു ലോയർ കൂടിയാണ് മാം. ഓക്കെ ധീരവ്. മിസ്റ്റർ ഷാഹിർ, ധീരവിനോട് എന്താ ചോദിക്കാനുള്ളത് ചോദിക്കാം. പ്രത്യേകിച്ച് ഇതിലെനിക്ക് ചോദിക്കാനും പറയാനൊന്നുമില്ല യുവർ ഓണർ.
പ്രതി തന്നെയാണ് കുറ്റം ചെയ്തിരിക്കുന്നതിനുള്ള എല്ലാ തെളിവുകളും യുവർ ഓണറിന്റെ മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു. എന്റെ എതിർഭാഗം വക്കീല് ഷാഹിർ വക്കീൽ ഒരു കേസിലും തോറ്റിട്ടില്ലായിരിക്കും. അത് പറഞ്ഞ് ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയരുത്. എന്റെ ഭാഗത്തുള്ള ന്യായം കൂടിയും കേൾക്കണ്ടേ സാറിന്? മിസ്റ്റർ ധീരമാധവന്റെ ഭാഗത്ത് എന്ത് ന്യായം ഉണ്ടെന്നായി പറയുന്നേ? ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് വഞ്ചിച്ച് അതിനൊരു കൊച്ചിനും ഉണ്ടാക്കി കൊടുത്ത് ക്രൂരമായി കൊല്ലുന്നതിന് ഒരു വധശിക്ഷ തന്നെ വേണ്ടേ? യുവർ ഓണർ, സാർ എന്നെക്കാട് സീനിയറാണ്. അദ്ദേഹത്തെ ഞാൻ അതിന്റെ രീതി ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഭാഗത്തുള്ള നീതി ന്യായം കേൾക്കാനോ അത് കോടതി മുമ്പാകെ എനിക്ക് പറയാനുള്ള അവസരം സാഹിർ സാർ തരുന്നില്ല. സാഹിർ, കോടതിയുടെ നിയമങ്ങൾ തെറ്റിക്കാൻ നിൽക്കരുത്. താങ്കൾക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ ചോദിക്കാം. ധീരവ് മാധവും മരിച്ചുപോയ ലിലി എന്ന് പറഞ്ഞ പെൺകുട്ടിയുമായിട്ട് എന്താണ് ബന്ധം? നിങ്ങൾ ഒരുപാട് കാലത്തെ ബന്ധമാണോ? അതുപോലെ തന്നെ ലില്ലി മരിച്ച അന്ന് രാത്രി ലില്ലിയുടെ വീട്ടിൽ താങ്കൾ എന്തിനാ പോയത്? ലില്ലി എന്ന കുട്ടിയുടെ പേരെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിൽ ഒരു ദിവസത്തെ ബന്ധം മാത്രമേ ഉള്ളൂ. പേര് പോലും അറിയാത്ത ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് താങ്കൾ എന്തിനാ കയറി ചെന്നത്? ജൂൺ 1-ാം തീയതി ആ കുട്ടി മരിച്ചതിൻ്റെ അന്ന് താങ്കൾ അവിടെ പോയിട്ടില്ലെന്ന് പറയരുത്. അതിനുള്ള തെളിവുണ്ട്. പിന്നെ ആ കുട്ടിയും താനായിട്ടുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, 1 ഡേ, അതിൽ മാത്രമുള്ള ബന്ധമേ ഉള്ളൂ. ഒരു രാത്രി മുഴുവൻ ഞാൻ ആ കുട്ടിയോടൊപ്പം ചെലവഴിച്ചു. ദാറ്റ്സ് ഇറ്റ്. ലില്ലിയുമായി ധീരവ് മാധവന് ഒരുപാട് കാലത്തെ ബന്ധം എന്നുള്ളതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. അതിന്റെ ഫോട്ടോസ് യുവർ ഓണറെ ഞാൻ ഏൽപ്പിക്കുന്നു. വാട്ട്? ഒരു ദിവസം എന്റെ കൂടെ കിടക്കാൻ വേണ്ടി പൈസ കൊടുത്ത് ഞാൻ അവളെ ബുക്ക് ചെയ്തതാ. അതെങ്ങനെ പ്രണയാവോ? ലില്ലി എന്ന് പറയുന്ന പെൺകുട്ടി പൊട്ട പെൺകുട്ടിയാണെന്നും മിസ്റ്റർ ധീരവ് മാധവ് ഒരു പ്ലേ ബോയ് ആണ്, ഓരോ ദിവസം ഓരോ നൈറ്റ് ഓരോരുത്തരുടെ കൂടെയാണെന്നാണ് പറയുന്നത്. അതെ, യെസ്, അങ്ങനെ തന്നെയാണ്. വിശ്വസിക്കാൻ പറ്റുന്നല്ലോ മിസ്റ്റർ ധീരവ് മാധവ്. തൻ്റെ അച്ഛൻ വലിയൊരു ബിസിനസ്മാൻ അല്ലേ? അങ്ങനെ അയാളുടെ മകൻ ഇങ്ങനെ പലവരുടെ ഇപ്പം യു ഡോണ്ട് ബിലീവ്, ഐ ഡോണ്ട് മാറ്റർ. ബട്ട് കോടതി മുമ്പാകെ എനിക്ക് തെളിയിച്ചേ പറ്റൂ. ഇതെന്റെ ക്യാരക്ടറാണ്, ഞാൻ ഇങ്ങനെയാണ്. പിന്നെ ഇനി തനിക്ക് വിശ്വാസം ആയിട്ടില്ലെങ്കിൽ 1 നൈറ്റ് എന്റെ കൂടെ സ്പെൻഡ് ചെയ്യാം. എനിക്ക് പോയിന്ന കേളൊന്നുമില്ല. ധീരവ് മാധവ്, ഇത് കോടതിയാണ്, സൂക്ഷിച്ച് സംസാരിക്കണം. സോറി യുവർ ഓണർ, ഞാൻ പ്രതീക്ഷിച്ച മറുപടി തന്നെ. തീരാവും ഇവനെ കൊണ്ട് തോറ്റു ഞാൻ. എവിടെ ചെന്നാലും പ്രശ്നങ്ങളാണല്ലോ. കോടതിയാണെന്ന് പോലും നോക്കാതെ എന്തൊക്കെയാ ഇവൻ വിളിച്ച് പറയുന്നത്? ധീരവ് മാധവിന് എതിരായിട്ടുള്ള തെളിവുകളാണ് ഇപ്പൊ എന്നെ ഈ മേശപ്പുറത്തിരിക്കുന്നത്. ഇതിന് എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ? കോടതി മുമ്പാകെയുള്ള തെളിവുകൾ ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ 8 മണിക്ക് കുട്ടിയുടെ വീട്ടിൽ പോയതിന്റെ CCTV ഫുട്ടേജ് ശരിയാണ്. പക്ഷെ തിരിച്ച് ഞാൻ 12 AM ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന്റെ CCTV ഫുട്ടേജ് ഇവിടെ ഇല്ല മാം. അത് എന്റെ കയ്യിലുണ്ട്. റാം, ധീര, യുവർ ഓണർ, 12 AM ലില്ലിയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നതിന്റെ CCTVയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ആ കുട്ടി മരിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം 1 AM and 1:15 ഉള്ളിലാണ്. ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് ഇതുകൊണ്ട് എനിക്ക് തെളിയിക്കാൻ പറ്റും. ഇനി ഞാൻ ആ സമയത്ത് എവിടെയായിരുന്നു എന്നുള്ളൊരു തെളിവും കൂടി ഞാൻ ഇതോടൊപ്പം സമർപ്പിക്കുന്നുണ്ട്. ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയതിന്റെ CCTV ഫുട്ടേജ് ആണത്. യുവർ ഓണർ, ധീരവ് മാധവ് കള്ളാണ് പറയുന്നത്. ആ സമയത്ത് ധീരവ് മാധവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ കുട്ടിയെ കൊന്നതും ഇയാള്. സീനിയർ സാറിനെ വെറുതെ വിടാനുള്ള ഉദ്ദേശമില്ലല്ലോ. ലില്ലയുടെ വീട്ടിൽ പോയതും അവിടുന്ന് പോകുന്നതും വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ലാത്തതിന്റെ എല്ലാ തെളിവുകളും ഞാൻ ഏൽപ്പിച്ചു. എന്നിട്ടും സീനിയർ സാറിന് അതൊന്നും മതിയാവുന്നല്ല. യുവർ ഓണർ, ധീരവ് മാധവ് കള്ളം പറയുകയാണ്. കോടതി വഞ്ചിക്കാണ് ഈ തെളിവൊക്കെ കാട്ടി. ഇതൊക്കെ കള്ള തെളിവുകളാണ്. ലില്ലി പ്രഗ്നന്റ് ആയിരുന്നു. സ്വന്തം കുഞ്ഞിനെയും സ്നേഹിച്ച പെണ്ണിനെയും വഞ്ചിച്ച് കൊന്നതായി. ഒരു ദിവസം കൂടെ കിടന്നപ്പോഴേക്കും ദിവ്യഗർഭുണ്ടാക്കാൻ മാത്രമുള്ള ഒരു വീരനാണ് ഞാനെന്ന് സീനിയറിന് തോന്നുന്നുണ്ടോ? സീനിയറിന് എന്നോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ധീരവ് മാധവ്, സോറി യുവർ ഓണർ. 2 വർഷം മുന്നേ തന്നെ സിറ്റി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ഷീതയുടെ പേഷ്യൻ്റ് ആയിരുന്നു ലില്ലി. ലില്ലിയുടെ യൂട്രസിന് ഇൻഫെക്ഷൻ കയറി ലില്ലിയുടെ ജീവന് തന്നെ ആപത്തായതുകൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്തതാണ്. അതിൻ്റെ മെഡിക്കൽ ഡീറ്റെയിൽസ് ഞാൻ യുവർ ഓണറെ സമർപ്പിക്കുന്നു. അങ്ങനെ യൂട്രസ് ഇല്ലാത്തൊരു പെൺകുട്ടി എങ്ങനെ ഗർഭം ധരിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലില്ലി മരണപ്പെട്ടത് ധീരവ് മാധവ് കാരണമാണെന്ന് തെളിയിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോടതി ധീരവ് മാധവിനെ വെറുതെ വിടുന്നു. ഈ കേസ് പുനരന്വേഷണത്തിനും വിടുന്നു. ആദ്യമായിട്ട് സാഹിർ തോറ്റത് എന്റെ മുന്നിലായി പോയല്ലോ. സാരമില്ല സീനിയറെ, എനിക്ക് സാറിനൊന്ന് വ്യക്തമായിട്ടൊന്ന് കാണണം. എന്നെ വിശ്വാസമില്ലാഞ്ഞതല്ലേ? തെളിയിപ്പിച്ചു തരാം. ഒരു രാത്രി എനിക്ക് തന്നാൽ മതി.
ബൈ. യു സാർ, അവൻ പുറത്തിറങ്ങിയല്ലോ. ഇനിയിപ്പോ അവൻ എന്തെങ്കിലും ചെയ്യോ? താൻ എന്തിനാ അവനെങ്ങനെ പേടിക്കുന്നത്? അവനൊരു ലൂസറാ. ലൂസറോ? അവനോ? അഴിക്കുള്ളിരുന്ന് തന്നെ വക്കീല് പോലില്ലാതെ അവൻ അവന്റെ കേസ് ജയിച്ചത്. അങ്ങനെയുള്ളവനെ നിസ്സാരക്കാരനായി കാണണ്ടേ സാർ? ധീരവ്, നീ എങ്ങോട്ടാ? വന്ന് വണ്ടി കയറടാ, വീട്ടിൽ പോണ്ടേ? ധീരവ്, നിക്കാൻ. എടാ, ഇവിടേക്ക് പോകുന്നേ. നീ എന്താ ഇവിടെ? പന്നപ്പുല്ല്, എന്താണ് നീ വിചാരിച്ചത്? എന്റെ തൂക്കിലേറ്റുന്നോ? പാവം പെങ്കുശനെ കൊന്നിട്ട് അത് എന്റെ തലയെ കൂടെ നിട്ടിരിക്കുന്നതാ നാറി. ഓ, എന്തൊരു ഭേദയുടെ എന്റെ ചുണ്ടടിച്ച് പൊട്ടിച്ചല്ലോ നീ. നീ കോടതി കയറി തൂക്ക് കയറി മേടിക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? പിന്നെ എന്ത് അർഹതയുണ്ടാ അവള് നിന്നെ മോഹിച്ചത്? അതുകൊണ്ട് തന്നെ കൊന്നത്. ആ പെണ്ണ് എന്റെ അടുക്കി വരാനും എന്നെ മോഹിക്കാനും കാരണമായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിന്റെ അപ്പനാ. എന്നാടാ ഡേവിഡ് മിഹൽ കൂട്ടിക്കൊടുപ്പിന് പണി തുടങ്ങിയത്? എനിക്ക് കൂട്ടിത്തന്നത് അങ്ങേരാ. ഞാനൊന്നും അറിയില്ലെന്ന് അങ്ങേരുടെ വിചാരം. കോടതിയിൽ അത് വിളിച്ചു പറഞ്ഞ് കേസ് അങ്ങേർക്കെതിരെ തിരിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ലോ. പിന്നെ നിന്റെ തന്തയായി പോയി. എന്റെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ, അങ്ങേര് എന്ത് ചെയ്തെന്നാ? അങ്ങേര് ചെയ്താൽ തന്നെ നീ കൂടെ പോയി കിടന്നോർത്തിട്ടല്ലേ? അപ്പൊ അത് നിന്റെ തന്നെ തെറ്റ്. അപ്പനെങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞ നീ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യും? എന്തും ചെയ്യും, എന്തും ചെയ്യൂ. അപ്പൊ ഡേവിഡ് മിഹാൽ ഈ ധീരവ് മാധവനെ കൊല്ലാൻ വന്ന നീ എന്ത് ചെയ്യും? പറയടാ, പറയ്. എന്തും ചെയ്യാത് പറഞ്ഞ പോലെ അങ്ങേരെ അങ്ങ് കൊന്നു കളഞ്ഞ് നിന്നെ കൊല്ലാനായാലും സ്നേഹിക്കാനായാലും എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. Cool down, Mr. Israel Mihail, my lovely crime partner. ഈ ബ്ലഡിന്റെ രുചി ഞാൻ എന്നറിയും. മാസ്റ്റർ, എന്തിനാ ഫായത് നീ എന്റെ പുറകെ വരുന്നേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഡാഡിയുടെ കൂടെ നിന്നാ പോരെ? മാസ്റ്ററിന്റെ കൂടെ നടക്കാനാ എനിക്കിഷ്ടം. പിന്നെ സാറ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മാസ്റ്റർ വിഷമിച്ചിരിക്കുന്നത് ധീരജ് സാർ ഈശ്വര സാറിൻ്റെ അടുത്തേക്ക് പോയെന്നല്ല. ഫഹദ്, എന്റെ പേര് മാസ്റ്റർ എന്നല്ല, ചിറാദ് എന്നാ. ഡാഡി പറഞ്ഞ് എന്റെ പിന്നാലെ എങ്ങനെ നടക്കുന്നതിനാ? ഞാൻ കൊച്ചുകുട്ടിയൊന്നല്ല ഫഹദ്. പിന്നെ ധീരവിന്റെ കാര്യം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. നമ്മൾ എത്ര സ്നേഹിച്ചാലും ആ സ്നേഹം അതിന്റെ ചെറിയ മടങ്ങായിട്ട് പോലും ചിലപ്പോൾ തിരിച്ചു കിട്ടിയില്ലെന്ന് വരും. അത് കണ്ടില്ലെന്ന് നടിക്കും. മാസ്റ്റർ പറഞ്ഞ് ശരിയാ. എത്ര നമ്മളവരെ കൂടെ നടന്ന ഒപ്പമുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സ്നേഹം പ്രകടിപ്പിച്ചാലും അത് മനഃപൂർവ്വം അവർ കണ്ടില്ലെന്ന് നടിക്കും. Honey, I'm coming. ഹണി, ഉറങ്ങാണോ? എഴുന്നേക്ക്, എഴുന്നേക്ക്. ഓ, ഒന്ന് പോകുന്നുണ്ടോ? അതിൽ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരുങ്ങണ്ട, എഴുന്നേക്കാണി. ഓ, ഈ ചെറുക്കന് നീ എന്താ ഇവിടെ? ഞാൻ വന്നു. അതിന് ഞാൻ എന്ത് വേണം? ലൂക്ക, ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. തന്റെ ജീവനെ തന്നെ സ്നേഹിക്കുന്ന ബോയ് ഫ്രണ്ട് 2-3 ദിവസത്തിന് ശേഷം വരുമ്പോ ഇങ്ങനെയാണോ പെരുമാറുന്നത്? പിന്നെ എങ്ങനെ പെരുമാറേണ്ടത്? ബോയ് ഫ്രണ്ടിന് സ്വന്തം ബോയ് ഫ്രണ്ടിനെക്കാട്ടും ചിന്ത ബെസ്റ്റ് ഫ്രണ്ടിനെ ആണല്ലോ. പിന്നെ ഞാനെന്തോ വേണം? ലൂക്ക, സോറി ലൂക്ക. എന്ത് ചെയ്യും പറഞ്ഞാലും അപ്പൊ ഒരു സോറിയും കൊണ്ട് വന്നോളൂ. എനിക്ക് മടുത്തു ഇത്. നീ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്? അവന്റെ കൂടെ തന്നെ നിൽക്കാറുന്നല്ലേ? ലൂക്ക, നീ എന്താ എന്നെ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? നീ എന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? അതോ ഞാൻ നിന്നെ ചീറ്റ് ചെയ്യാന്നാണോ? ഞാനൊരു സംശയിക്കുകയാണെന്നാണോ? ഒരിക്കലും അല്ല. എന്നെക്കാട്ട് വിശ്വാസം എനിക്കുണ്ട് ലക്ഷ്മണന്. പക്ഷെ എന്നെക്കാട്ട് ഇമ്പോർട്ടൻസ് നീ ഇസ്രയ്ക്ക് കൊടുക്കുന്നുണ്ടാവുന്ന ബുദ്ധിമുട്ട്, എന്റെ വേദന, നിന്റെ കൂടെ കുറച്ച് നിമിഷങ്ങൾ ചെലവഴിക്കാൻ നോക്കുമ്പോഴേക്കും അവൻ്റെ ഒരു കോണ് കണ്ടാൽ നീ ഇവിടെ ഓടിപ്പോവും. ഞാനിവിടെ ഒറ്റപ്പെടുക.
എനിക്ക് ഫാമിലി എന്ന് പറയാൻ, ഫ്രണ്ട് എന്ന് പറയാൻ നീ മാത്രമല്ലേ ഉള്ളൂ. നീ അതുപോലെ ആലോചിക്കാതെ അവൻ്റെ അടുത്ത് പോയ പിന്നെ ഞാൻ കോൾ ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ പോലും താല്പര്യപ്പെടുന്നില്ല. ഹണി, ലക്ഷ്യം ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഹണീനെ ഒരിക്കലും വേദനിപ്പിക്കില്ല. സോറി. ഇച്ചിരി എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെയാ എനിക്ക് എൻ്റെ ഹണിയും. സോറി ലൂക്ക. ഹണി പ്ലീസ്, സോറി. മതി മതി, നീ കരയുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഇത്രയും ക്യൂട്ടായിട്ട് ചോദിച്ചാൽ എൻ്റെ മനസ്സെങ്ങനെ മെൽറ്റ് ആവാതിരിക്കുക. ഡോണ്ട് ക്രൈ ബേബി. ഇനി ഇങ്ങനെ ചെയ്യരുത്. അവന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കുറച്ചൊന്നും എനിക്ക് തന്നാൽ മതി കേട്ടോ. മൈ ലവ്ലി ബേബി. Hey baby, where are you going early morning? Baby, I'm not your baby. I'm your daddy. Call me daddy, baby. What? No way. I'm your daddy. You are my baby. Understand? Okay, we will both daddies. Okay, bye. Hey, where are you going? You don't answer my question. I want to meet new enemies. Understand? Yeah, I understand. And be careful. What? You care for me? Yes, I care for you. You're my boyfriend. Oh, boyfriend, you love me. Of course not, I don't love you. Only boyfriend. Oh God, I'm so sad. Crazy. We will both get lost. നീ പറയുന്നിടത്തേക്ക് ഞാൻ വരാടാ. എന്തിനാടാ വിളിച്ചു വരുത്തിയത്? നിനക്ക് കിട്ടിയതൊന്നും പോരെ? കിട്ടിയത് തിരിച്ചു തരാൻ വേണ്ടി വിളിച്ചതാടാ. I'm about to go off like a weapon. Fuel to the top, got a filled up engine. In my thoughts, obsession. I will not stop, no, I'm never second guessing. ജീവനോടെ I പോകണം. got a God complex. Haters love to hate, but I never feel pressed. Got a lot on my plate, but I never get stressed. I'll take all the pressure like I'm acing this test. Oh! Tear it up like I'm Jason. I see the world like it's ready for the taking. I see this place like a game I'm playing. Straight to the bank to collect my payments. No negotiations, it's my way, I was born impatient. And like a damn Freemason, I'll run this nation. ഞാൻ പറഞ്ഞല്ലേ എപ്പോഴേ പുറത്തിറങ്ങി കഴിഞ്ഞാ നിന്നൊക്കെ ശരിക്കൊന്ന് കാണുന്നുണ്ടെന്ന്. നീ എന്താ വിചാരിച്ചത്? എന്നിൽ നിന്ന് രക്ഷപ്പെടാനോ? മധു സർ, ഇന്ന് രാവിലത്തെ ന്യൂസ് കണ്ടോ? ആ സിയിലെ രാമചന്ദ്രൻ, അയാളെ വരെ കൊന്നു. ഹരീഷ്, ഞാനൊന്ന് ഓഫീസിലെത്തിക്കില്ല. താൻ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം. ധീരവരെന്ന് വിളിച്ച് പെട്ടെന്ന് എന്നെ കാണാൻ വരാൻ പറയും. ഞാൻ വിളിച്ച അവൻ ഫോൺ എടുക്കില്ലല്ലോ. ഓക്കെ സാർ, ഞാൻ ധീരമോനെ വിളിക്കാം. അല്ല സാർ, ഇന്നത്തെ മീറ്റിംഗ് ഒക്കെ അത് ക്യാൻസൽ ചെയ്തേക്ക്. താൻ ചെല്ലു. ഇസ്ര, അവിടെ നിൽക്ക്. നീ എവിടെയായിരുന്നു ഇത്ര ദിവസം? ഇസ്ര, ഇസ്ര, നീ എവിടെയായിരുന്നു ഇത്ര നാള്? ഫോൺ വിളിച്ചൊന്ന് എടുത്തൂടെ? അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ നിനക്ക്? ഞാൻ എത്ര ടെൻഷൻ അടിക്കണമെന്ന് അറിയോ? എന്താ എവിടെയൊന്നും അറിയാതെ? ഡാഡ്, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. ഡാഡിനോട് എപ്പോഴും എല്ലാം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്റേതായ പേഴ്സണൽ കാര്യങ്ങളുണ്ട്. ഡാഡിയുടെ എല്ലാ കാര്യത്തിലും ഞാൻ ഇടപെടാൻ വരുന്നില്ലല്ലോ. ഞാൻ നിന്റെ കാര്യത്തിൽ ഇടപെടരുതെന്നാണ് ഇസ്ര. ഞാൻ നിന്റെ ഡാഡി എന്നുള്ളത് മറന്ന് നീ സംസാരിക്കരുത്. നിനക്ക് 4 വയസ്സുള്ളപ്പോഴാണ് നിന്റെ മമ്മ മരിക്കുന്നത്. അവൾ അവസാനം പറഞ്ഞത് നിന്നെ പൊന്നു പോലെ നോക്കണമെന്ന. എനിക്ക് തുണയെ നീ മാത്രമേ ഉള്ളൂ ഇസ്ര. ആ നീ എന്നോട് ഇങ്ങനെ പെരുമാറിയ നിനക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള പേടി എനിക്ക്. സോറി ഡാഡ്,
ഞാൻ പറഞ്ഞ വാക്കുകൾ ഡാഡി വേദനിപ്പിച്ചെങ്കിൽ ഡാഡി, എനിക്കും ഡാഡി ഒരുപാട് ഇഷ്ടം. അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഡാഡ്, എനിക്കും ഡാഡി മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത് ഡാഡ്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്, പ്ലീസ്. ഷാഹിൽ, ഇസ്ര എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ആരായിട്ട് കോണ്ടാക്ട് ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. പിന്നെ നമ്മുടെ ഒരാളെ എപ്പോഴും അതിന്റെ പുറകെ തന്നെ ഉണ്ടാവണം. മനസ്സിലായല്ലോ? എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനുണ്ടോ? അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞാലല്ലേ എന്റെ പൊന്നുമാൻ എനിക്കൊന്ന് കാണാൻ കിട്ടുള്ളൂ. പിന്നെ ആ സി രാമചന്ദ്രന്റെ കൊലപാതകം അന്വേഷണം നടക്കാൻ പോവാ. വല്ല തെളിവും ബാക്കി വെച്ചിട്ടുണ്ടോ നീ? പേടിക്കണ്ട, എന്നെ നന്നായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഒരു തെളിവ് പോലും ഞാൻ ബാക്കി വെച്ചിട്ടില്ല. എന്തായാലും വന്നതല്ലേ, ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാനും ഇസ്രയും തമ്മിൽ ഇഷ്ടത്തില്ല. ആഹാ, പൊന്നുമോൻ എനിക്കുള്ള പണിയും കൂടി വരുത്തി വെച്ചിട്ടുണ്ടല്ലോ. ഡേവിഡിന്റെ ചെവിയിൽ ഇവരെങ്ങനെ എത്തിക്കഴിഞ്ഞോ? എന്റെ മൂക്കി പഞ്ഞി വെച്ച് കിടന്നാ മതി. സാരമില്ല, പഞ്ഞി ഞാൻ സ്പോൺസർ ചെയ്തോളൂ. ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എല്ലാം. ബൈ, ഞാൻ പോകുന്നു. മോനെ ധീരം, ഒന്ന് നിൽക്കടാ. എന്താ, ഇനി വേറെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടോ? ധീര, ഡാഡയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട്. ഡാഡാന്ന് പോലെ നീ ഇപ്പൊ എന്നെ വിളിക്കലില്ല. നീ എന്റെ മോനല്ലെന്നുള്ളത് ഇത്ര വലിയ തെറ്റാണോടാ? എന്റെ മനസ്സിലാക്കാൻ എന്നാ നിനക്ക് പറ്റുക? ഡാഡിയോട് ക്ഷമിക്കാൻ എന്നാ പറ്റുക? നീ എന്നോട് ക്ഷമിച്ചാലില്ലെങ്കിലും നിന്റെ കൂടെ എന്തിനും ഏതിനും ഞാൻ ഉണ്ടാവും. നീ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്ക് അറിയണ്ട. എന്റെ മോനെ വേദനിപ്പിച്ചവരെ എന്ത് ചെയ്താലും ഞാനുണ്ട് നിന്റെ കൂടെ. മമ, യുവർ ലിറ്റിൽ സൺ ഈസ് കമ്മിങ്. മമ, കീടാനുക്കൾ വന്നു തുടങ്ങിയല്ലോ. മമ്മ, എന്താ കാണിക്കുന്ന മമ്മ? ഇവിടെ കീടാണു, ഇത്ര നാളെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടെന്നറിയോ? നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ എവിടെ എന്താന്നുള്ളത്? ഞങ്ങളിവിടെ വേവലാതെ തിന്നിരിക്കണം. അതിന് അച്ഛനമ്മമാരെ ദുഃഖമൊന്നും പിള്ളേർക്ക് അറിയണ്ടല്ലോ. ഡേവിഡ് ഇന്നാൾ വിളിച്ച് ചോദിച്ചിരുന്നു ഇസ്ര നിന്റെ കൂടെ ഉണ്ടാന്ന്. സ്വന്തം മോനെ കാണാതെ ഇവിടെ വേവലാതെ തിന്നിരിക്കുന്ന ഒരു അമ്മയുടെ തന്നെ ചോദ്യം. എവിടെയായിരുന്നു? അതൊന്നും മുഴിഞ്ഞാട്ടെ. മമ്മി ഡാഡിയെ കുറിച്ച് കയറിയില്ലെന്നൊന്നും പറയരുത്. ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ച മറന്നുപോയി. ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ഒപ്പമായിരുന്നു മമ്മ. അവൻ എൻ്റെ അടുത്ത് പിണക്കായിരുന്നു. പിണക്കാൻ മാറ്റി വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം മറന്നു. അത് ശരി, ലോക്കി കിട്ടിയപ്പോ ഞങ്ങളെ വേണ്ടാതായില്ലേ? ഡാഡിയും മമ്മി മറന്നു പോയിത്രേ. നല്ല മോൻ. എടാ, നിന്റെ ഡാഡ് എപ്പോഴും നീ കൊച്ചു കുട്ടി, കൊച്ചു പിള്ള മനസ്സെന്നൊക്കെ പറഞ്ഞിരിക്കുക. നീ കാണിക്കുന്ന കുരുത്തക്കേടങ്ങാൻ അങ്ങാട് അറിഞ്ഞ അങ്ങേക്ക് ഹാർട്ട് അറ്റാക്ക് വരോടെ വെക്കാം. ലോക്കിയുടെ കാര്യം നീ എന്നാ ഡാഡിയുടെ അടുത്ത് പറയുന്നേ? മനഃപൂർവ്വം പറയാത്തല്ലോ മമ്മ. എനിക്ക് ഡാഡി പേടിയാ, അതുകൊണ്ടാ. പക്ഷെ ഞാൻ പറയുകയൊക്കെ ചെയ്യാം. മമ്മ എന്നെ സപ്പോർട്ട് ചെയ്യൂ. മമ്മി അല്ലാതെ വേറെ ആരാ എന്റെ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നേ? ഞാനുണ്ട് നിന്റെ കൂടെ. നീ ഡാഡിയുടെ അടുത്ത് പറയും. പിന്നെ ലോക്ക് നല്ല ചെറുക്കനാടാ. താങ്ക് യു മമ്മ, ലവ് യു. മമ്മ, ചിരത് എവിടെ? പിന്നെ ഡാഡിയും കാണുന്നില്ലല്ലോ. ഡാഡിക്ക് മീറ്റിംഗ് ഉണ്ട്, മാധവന്റെയും ഡേവിഡിന്റെയും ഒപ്പം. എന്തോ ബിസിനസിന്റെ എന്തോന്നും പറയാനെന്ന് തോന്നുന്നു. പിന്നെ ചിരത് റൂമിൽ തന്നെ ഉണ്ട്. ഞാനപ്പോ ചിരതിനെ കണ്ടിട്ട് വരാം മമ്മ. ഓ കീടാണോ? മമ്മ ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞു. കുട്ടി കീടാണോ? രണ്ടും കൂടി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി വന്നോണോ? ഇരാ, നീ എന്താ ലേറ്റ് ഇടാതിരിക്കുന്നേ? എന്തുവാടാ നീ എന്താ നിരാശക്കാമോൻ്റെ എന്തി? ഇസ്ര വീട്ടിൽ പോയിട്ടില്ലെന്ന് ഡേവിഡ് അങ്കിൾ പറയുന്ന മമ്മ പറഞ്ഞല്ലോ. എന്താ, ഇസ്രയും ധീരവും ഒരുമിച്ചായിരുന്നോ? ഇസ്ര ധീരവിന്റെ കൂടെ ആയിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം. പിന്നെ എന്തിനാ നീ അതിൻ്റെ അടുത്ത് ചോദിക്കുന്നേ? നീ നിരാശകാമുകന്റെ വേഷം കെട്ടി ഇവിടെ ഇരുന്നോ? ഇസ്രയും ധീരവും തമ്മിൽ സ്കൂൾ മുതലുള്ള ഇഷ്ടമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? രണ്ടും കൂടി തമ്മി തല്ലി ചെത്താൻ പോലും മറ്റൊരാൾക്ക് സ്വന്തമാവില്ല. നീ അടുത്തുള്ളതിനെ കാണാതെ അകലെയുള്ള തേടി പോവാ. നീനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഫയദിന്റെ ഇഷ്ടം നീ കണ്ടില്ലെന്ന് അടിക്കാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മാസ്റ്റർ വിളിച്ച് എന്തിനേതിനും അവൻ നിന്റെ കൂടെ തന്നെ നിൽക്കുന്നില്ലേ? നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ലേ? ആ സ്നേഹം കണ്ടില്ലെന്ന് അടിച്ചിട്ട് അവസാനം ഇരുന്ന് മോങ്ങേണ്ട അവസ്ഥയാവും. ഇവിടെ എന്താ മൗനവ്രതത്തിന്റെ വല്ല ജാതി നടക്കുന്നുണ്ടോ? രണ്ടുപേരെന്താ മിണ്ടാതിരിക്കുന്നേ? ഇവനാണ് ബിസിനസ്മാരൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മീറ്റിംഗിന് വരില്ലായിരുന്നു. നിനക്കറിയാവുന്നതല്ലേ എല്ലാം. എന്നിട്ട് നീ എന്തിനാ എന്നോട് ഈ ചതി ചെയ്തത്? ഇങ്ങനൊരു ചതിവിനെ വഞ്ചതിന്റെ ഒപ്പം എനിക്കൊരിക്കലും ഇനി പറ്റില്ല. പഴയ കാര്യങ്ങളൊക്കെ മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാൻ എല്ലാവരും ആഗ്രഹിക്കാം.
പഴയതും പിടിച്ചിരുന്ന് പുതിയതായിട്ട് വരുന്ന ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഒക്കെ ഇല്ലാതാക്കുന്ന അത്ര നന്നല്ല. എത്ര ശ്രമിച്ചാലും മറക്കാൻ പറ്റാത്ത ചില മുറിവുകളുണ്ട്, മാച്ചാലും മായാത്തത്. അതുപോലെ തന്നെ ഇത് ബിസിനസ്സിൽ തകർന്ന് കുത്തുവളർത്താലും ഡേവിഡ് മിഹേൽ ഒരിക്കലും മാധവ് മഹാദേവന്റെ മുന്നിൽ വരില്ല. മനസ്സിലായല്ലോ അനിജ്? മാധവ്, നീ എന്താ മിണ്ടാതിരുന്നേ? അവന്റെ അടുത്ത് എല്ലാം തോർത്ത് പറയാറുന്നില്ലേ? എത്ര നാൾ നീ ഒളിപ്പിച്ചു വെക്കും? ഇനി എന്ത് പറഞ്ഞാലും അവൻ എടുക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ കാരണം അവൻ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഇനിയും വേദനിക്കാനിരിക്കുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് പേടി കൂടുന്നത്. അയ്യോ, ഇനിയും വേദനിക്കാനിരിക്കും. എന്തുകൊണ്ടാ നീ ചെയ്തു വെച്ചത്? നീയൊക്കെ കാരണം ഞാനാണല്ലോ പെടുന്നത്. ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി നീ എന്താ വീട്ടിൽ പറയുന്നേ? എന്താന്നും പറയാത്തെ? നീ ആദ്യം എന്നൊന്ന് വീട്. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ പറയണമെന്ന്. ഡാഡിയുടെ അടുത്ത് മാധവന്റെ മോനെ ഞാൻ ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞു ചെന്നാൽ മതി. ഡാഡി എന്തൊക്കെ പറയും കാട്ടിക്കൂട്ടുന്നു എനിക്കൊന്നും നടക്കില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ വെറുതെ വഴക്കാവും. ആരടുത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, ആരെതിർത്താലും എതിർത്തില്ലെങ്കിലും നീ എന്റേതും ഞാൻ നിന്റേതാ. അതാരെ കൊണ്ടും മാറ്റാൻ പറ്റില്ല. ഇവിടെ ഇരുന്ന് ബോറടിക്കാതെ നമുക്ക് ഡ്രിങ്ക്സ് അടിക്കാൻ പോവാം. നിനക്ക് അവിടെ ഒരു സർപ്രൈസ് ഞാൻ വെച്ചിട്ടുണ്ട്. നേരാവും. എന്താ എനിക്കുള്ള സർപ്രൈസ്? അത് പറ നീ. അവിടെ ഇരിക്കുന്നതാ നിനക്കുള്ള സർപ്രൈസ്. അവിടെ എന്ത് സർപ്രൈസ് ആയിരിക്കും? ഐ ലൈക്ക് ഇറ്റ്. നിന്റെ ഈ ചിരി എന്നെ ക്രേസി ആക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിന്നെ പതിയെ എടുത്തോളാം. ഇന്ന് നിന്റെ ദിവസം. നീ എൻജോയ് ചെയ്. ആദ്യമായിട്ട് ഷാഹിറിന്റെ എൻഡിങ്. കുടിച്ചത് തലയിൽ കയറി. ഇനി എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ പോട്ടെ. ആരാണ്? കയ്യെന്ന് വിട്. ആരാണ്? ആരാന്ന് നീ പതിയെ അറിഞ്ഞോളൂ. ആരാ നീ? വീട്. എടാ വീട്. എടാ ഞാൻ ആരാന്നറിയാതെ കളിക്കാൻ നിൽക്കരുത്. എടാ വീട്. എടാ വീടാ. ആരാ നീ? ഞാൻ ആരാണെന്ന് നിനക്കറിയോ? അറിഞ്ഞിട്ടാണ് നീ എൻ്റെ അടുത്ത് കളിക്കാൻ നിന്നത്. നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ നീ ഇങ്ങനെ ചെയ്ത്? ജസ്റ്റ് ഫോർ ഫൺ. എന്താ ഇഷ്ടമായല്ലേ? ഇഷ്ടമായാലും ഇല്ലെങ്കിലും സഹിച്ചല്ലേ പറ്റുള്ളൂ. ഗുഡ് മോർണിംഗ് സീനിയർ. നീയാണല്ലോ എല്ലാത്തിനും കാരണം. അതെ സീനിയർ, എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാ. ഇസ്ര ഇരിക്കുന്നോ അതോ പോകുന്നോ? നോ യു കണ്ടിന്യൂ. ഐ എം ഗോയിങ്. എൻജോയ് യുവർ ടൈം. ബൈ. ഞാനിത് വെറുതെ വിടുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഇതിന് ഞാൻ പുറത്ത് പറഞ്ഞ തനിക്ക് തന്നെയാ കുഴപ്പം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇസ്ര എന്റെ ബോയ് ഫ്രണ്ടാ. എങ്ങനെയുണ്ടായിരുന്നു? അവൻ കുറച്ച് ഹാർഷായിരിക്കും, പക്ഷെ എന്റെ അത്രയല്ല. കണ്ടപ്പോ തന്നെ തന്നോട് ഇൻട്രസ്റ്റ് തോന്നിയതാ. സീനിയറിനെ വേണമെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അവൻ എന്താഗ്രഹം പറഞ്ഞാലും ഞാൻ സാധിപ്പിച്ചു കൊടുക്കും. താൻ ചണ്ടിയാ, പക്ഷെ എന്നാലും ഇസ്രയുടെ അല്ലേ. സോറി. നീ എന്റെ പ്രതികാരം നീ എന്റെ അടുത്ത് വീട്ടിയില്ലേ? ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ? ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഞാൻ നിന്നോട് പരസ്യമായിട്ട് ക്ഷമ ചോദിക്കാം. സീനിയർ സാറിന് കപ്പാസിറ്റി പോരല്ലോ. സാരമില്ല, ശരിയായിക്കോളും. പിന്നെ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു അഡ്വക്കേറ്റിനെ വേണമായിരുന്നു. സാറിനെ വെക്കാന്ന് വിചാരിച്ചു. ഈ വിവരം പുറത്ത് പറയാനൊന്നും നിൽക്കണ്ട. രാമചന്ദ്രനുണ്ടായ അനുഭവം അറിയാലോ. കൂൾ ഡൺ സീനിയർ. എങ്ങനെ ഈ സമയത്ത് കിടന്ന് തിളയ്ക്കുന്ന നന്നല്ല. നിനക്ക് നിന്ന് വെറുതെ വിട്ടൂടെ? എനിക്കെതിരെ നിൽക്കുമ്പോൾ ആലോചിക്കണ്ടേ സീനിയർ സാറേ? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട.
ഞങ്ങൾ പറയുന്ന കേട്ട് ഞങ്ങളുടെ ഒപ്പം നിന്നാൽ മതി. ലൈഫ് ലോങ് ഞങ്ങളുടെ അടിമയായി. ഈ ഫോട്ടോയിൽ കാണുന്നതൊക്കെ സത്യമാണോ? എന്റെ മോൻ ഇസ്രയും ധീരവും തമ്മില്? ഇല്ല, എന്റെ മോൻ ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യില്ല. ഡേവിഡ് സാർ പറഞ്ഞ പോലെ ഇപ്പോഴും ഇസ്രയുടെ പിന്നാലെ നമ്മുടെ ആൾക്കാരുണ്ട്. അങ്ങനെ പോയപ്പോഴാണ് ഇതുപോലത്തെ ഫോട്ടോസും വീഡിയോസും ഞങ്ങൾക്ക് കിട്ടിയത്. അവര് തമ്മില് മുന്നേ തന്നെ റിലേഷൻഷിപ്പിലാണ് സർ. മുന്നേ തന്നെ റിലേഷൻഷിപ്പിലാണെന്നോ? അതെങ്ങനെ? അപ്പോ ലിലിയുടെ മരണം അവനാണോ? ഇസ്രയാണോ? ഓന്നോ, ഈ ബന്ധം അതതുപോലെ മുന്നോട്ട് പോകാൻ പാടില്ല. അതെന്താ ഡാഡ്? എൻ്റെ ഇഷ്ടത്തിന് ഇവിടെ ഒരു വാല്യൂ ഇല്ലേ? ഇസ്ര, ഈ ബന്ധം ശരിയാവില്ല. ഡാഡിക്ക് ഇതിനോട് താല്പര്യമില്ല. നിനക്കറിയാവുന്നല്ലേ മാധവും ഞാനായിട്ടുള്ള പ്രശ്നമൊക്കെ. ചിലപ്പോൾ നിന്നെ ചതിക്കാനായിരിക്കും അവൻ. പറ്റില്ല ഡാഡ്. മാധവ് അങ്കിളും ഡാഡുമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഡാഡിന്റെ മാത്രം പ്രശ്നമാണ്. അത് എൻ്റെ ജീവിതത്തെ ബാധിക്കാൻ അനുവദിക്കില്ല ഞാൻ. ധീരവും ഞാനുമായിട്ടുള്ള ബന്ധം ഒരിക്കലും പിരിയില്ല. ധീരവും മാധവും ഇസ്രാമിലും ഒരിക്കലും ഒന്നിക്കാൻ ഞാനും അനുവദിക്കില്ല. ഇന്നെന്താ സ്പെഷ്യലായിട്ട് എന്തോ പരിപാടിയാണല്ലോ? എന്താന്ന്? സ്പെഷ്യലായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. നിന്റെ ഫേവറേറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം ഇപ്പം നീ വന്നതല്ലേ വീണ്ടും, അതുകൊണ്ട്. പിന്നെ ഇന്നൊരു പ്രത്യേകത കൊണ്ടുണ്ട്, മറന്നോ? നിനക്ക് അങ്ങോട്ടും വരാലോ, ഞാൻ ഇങ്ങോട്ട് മാത്രം വന്നാൽ മതിയോ? അല്ല, ഇന്നെന്താ പ്രത്യേകത? വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലല്ലോ. എന്ത് ചെയ്യാം, നിന്റെ മമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തു പോയില്ലേ? നിന്നെ കാണാൻ അവിടെ നീ വരുന്നുണ്ടെങ്കിൽ അത് എന്നോട് ഡാഡി അടുത്തെല്ലാം പറഞ്ഞിട്ടായിരിക്കുമെന്ന്. അതുകൊണ്ടല്ലേ. നീ ക്ഷമിക്കേ. ഇന്നത്തെ പ്രത്യേകത ഞാൻ തന്നെ നിന്റെ അടുത്ത് പറയാം. അമ്മയ്ക്ക് കൊടുത്ത വാക്കിന്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. എന്നെ കുറിച്ച് ആലോചനയില്ലല്ലോ. ഒരു മിനിറ്റ്, കോൾ വരുന്നോ? ഹലോ, ആ ചിരാഗ് പറയേ. എന്താ? ശരിക്കും? എന്നിട്ട് എന്താ സംഭവിച്ചേ? ഞാൻ പോരാ. എന്താ പറ്റില്ലച്ചോ? ചരിത എന്താ പറഞ്ഞേ? എന്തെങ്കിലും പ്രശ്നം? അത് ഡേവിഡ് അങ്കിള് ഇസ്രയുടെയും ധീരവിന്റെയും കാര്യമൊക്കെ അറിഞ്ഞു. അതിനെന്താ? അത് അവരുടെ പ്രശ്നമല്ലേ? ഇസ്രയ്ക്കും ധീരവന് അത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. നിനക്കെന്താ? ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയണ്ടേ? അവരുടെ പ്രശ്നം എൻ്റെ കൂടി പ്രശ്നമല്ലേ? അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ? അവൻ വിഷമിച്ചിരിക്കുകയായിരിക്കും. ഞാൻ പോവാ. ഞാൻ പെട്ടെന്ന് വരാൻ നോക്കാം. ബൈ. എന്നെ ഇന്ന് നീ തനിച്ചാക്കിട്ട് പോയില്ലടാ. ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഈശ്വര, കഥല് തുറക്കി. ഈശ്വര, എന്താ ഈശ്വര നീ കഥല് തുറക്കാതിരിക്കുന്നത്? ഞാനല്ലേ? എന്താടാ വിളിച്ചു പോകിയെടുക്കുന്നേ? മോചിവാദിക്കുന്ന ടോയ്ലറ്റിൽ പോകാൻ അനുവദിക്കില്ലേ? അല്ല, അപ്പൊ നിനക്ക് പ്രശ്നമൊന്നുമില്ലേ? പ്രശ്നമില്ലാത്തതുകൊണ്ടല്ലോ ടോയ്ലറ്റിൽ പോയിരിക്കുന്നത്. നിനക്കിപ്പോ എന്തോ വേണം? നിന്റെയും ധീരവിന്റെയും റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡേവിഡ് അങ്കിൾ അറിഞ്ഞ് വലിയ പ്രശ്നമായിരിക്കുമെന്നാണല്ലോ ചിരാജ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? എന്ത് കുഴപ്പം? എല്ലാവരും എന്തായാലും ഇത് അറിയേണ്ടതല്ലേ. അതിലിപ്പോ എന്താ? എടാ അല്ലടാ, ഞാൻ വിചാരിച്ചു നീ വിഷമിച്ചൊക്കെ ഇരിക്കുമായിരിക്കുന്നു. വിഷമിച്ച് തന്നെ ഇരിക്കുന്നത് നീ ഒറ്റൊരുത്തം കാരണം എന്നുള്ളൂ. മര്യാദയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ അനുവദിക്കില്ലെന്ന് വെച്ചോ വയറ് കുഴുകൂടി പറഞ്ഞിട്ടിരിക്കുന്നത്. മര്യാദയ്ക്ക് എന്നെ കൺമുന്നിന്ന് പൊക്കോണം. പോടാ. അല്ല അയ്യേ, ഇവന് വേണ്ടിയാണോ ഞാൻ എൻ്റെ ലൂക്കെ വിഷമിപ്പിച്ചത്? ബ്രദർ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്താണ് പരിപാടി? ഓ, നീയോ? നീ എന്താടാ പെട്ടെന്ന് വന്നത്? നീ വിളിച്ചപ്പോ തന്നെ ഞാൻ ഇസ്രയുടെ അടുത്തേക്ക് വന്നതാ, വിവരറിയാൻ വേണ്ടി. ആ തെണ്ടിനെ ആട്ടിപ്പായിച്ചടാ. അവന് വേണ്ടി ഞാൻ എൻ്റെ ലൂക്കനെ വിട്ടിട്ട് വന്നത്. ഞാൻ തിരിച്ച് ലൂക്കയുടെ അടുത്ത് പോയപ്പോ അവിടെ വീട് അടച്ചു കിടക്കുന്നു. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ ലൂക്ക എടുക്കുന്നില്ല. നീ ഇസ്രയുടെ അടുത്തേക്ക് വന്നെന്നോ? അവനെ ഇവിടെ പോട്ടാ. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് അറിയില്ല നിനക്ക്? അവന്റെ ബർത്ത്ഡേ, നിങ്ങളുടെ ആനിവേഴ്സറി ഒരു ദിവസമല്ലേ വരുന്നത്. അതിനു വേണ്ടി എന്തൊക്കെ സർപ്രൈസ് നിനക്ക് വേണ്ടി അവൻ കരുതിയെന്ന് അറിയോ? അവനവിടെ തനിച്ചാക്കിയിട്ട് ഇസ്രയെ തേടി വന്നിരിക്കുന്നു. പൊട്ടാൻ. അയ്യോ, ഞാൻ മറന്നു പോയിടാ. പാവം എന്റെ ലൂക്ക. അവന്റെ ആകെ കൂടിയുള്ള ഫാമിലി ഞാനായിരുന്നു. ഞാൻ തന്നെ അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നു. അയ്യോ, ഞാൻ ഇനി എന്ത് ചെയ്യും? എന്റെ ലൂക്ക എൻ്റെ അടുത്ത് മിന്നില്ല. ചെയ്താതെ ഞാൻ എന്ത് ചെയ്യും? അയ്യോ അയ്യോ. ഓ, അവന്റെ കയ്യോ നിർത്തണം അവിടുന്ന്.
കിട്ടിയതിന്റെ വാല്യൂ പോലും തിരിച്ചറിയാത്ത പട്ടി കിടന്ന കയ്യോ എന്ന് പറഞ്ഞ മോങ്ങാൻ നിൽക്കുക. എന്നെ കൺമുന്നിൽ നിന്ന് എനിക്ക് പോണോർന്ന്. മാസ്റ്റർ എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? ഫയദ്, ഒരുപാട് പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടില്ലെന്നോ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? ഞാൻ തന്നെ അവഗണിച്ചിട്ടില്ലുള്ളൂ. ഒരിക്കൽ പോലും തന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ല. എന്റെ പ്രണയം മനസ്സിലാക്കിയിട്ടില്ലെന്ന് കള്ളം പറയരുത്. മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ സ്നേഹിക്കുന്ന ആള് എന്നെ തിരിച്ച് സ്നേഹിക്കണമെന്ന് എനിക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. ആൾക്ക് എന്നോട് ഇഷ്ടം തോന്നണ്ടേ? ഞാൻ കാത്തിരിക്കാൻ തയ്യാറാ. പ്രണയം തിരിച്ചു കിട്ടാത്ത പ്രണയം മനസ്സിലെ വിങ്ങലാണെന്ന് പറയും, അത് ശരിയാ. എന്നാലും ഞാൻ ആ ആളെ കൂടുതൽ കൂടുതൽ പ്രണയിച്ചു കൊണ്ടിരിക്കും. എന്താ എങ്ങനെ നോക്കുന്ന? നോക്കല്ലേ, ചുമ്മാ നോക്കിയതാ. അമ്മ മമ്മ ഇതുവരെയായിട്ട് ഓഫ് ചെയ്യാറായില്ലേ? ഇതിന്റെ റിമോട്ട് അതിന് എന്റെ കയ്യിലവിടെ ഇരിക്കുന്നേ, ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും. എടാ ഒന്ന് നിർത്തടാ, നിന്റെ ഡാഡി എങ്ങാനും വന്നാ പിന്നെ അത് പ്രശ്നമാവൂട്ടോ. ലക്ഷ്യം നിർത്തുന്നുണ്ടോ നീയെ? അയ്യോ എന്റെ കുഞ്ഞ്, എന്താണ് എന്റെ കുഞ്ഞിനെ പറഞ്ഞത്? കുഞ്ഞ് കരയല്ലടാ, ചക്കരയില്ലേ ഡാഡിയുടെ പൊന്നില്ലേ? എന്റെ കുഞ്ഞ് പാവം. ആരവര് പറഞ്ഞത്? ഇപ്പൊ പറയണ എനിക്ക്. ആരെ പറഞ്ഞെങ്കിൽ അവർക്ക് നല്ല പണിഷ്മെന്റ് ഉണ്ട് എന്റെ കയ്യിന്ന്. മമ്മ എന്താടാ ഇവരറിഞ്ഞാൽ ഇതേപോലെ സ്നേഹം തന്നെ ഉണ്ടാവോ ഡാഡിക്ക്? കാണാൻ പോകുന്ന വീട് എന്തിനാ പറഞ്ഞറിയിക്കുന്നേ? എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. എന്തിനാ എന്റെ കുഞ്ഞെ നീ ഇങ്ങനെ കരയുന്നേ? കാര്യം പറഞ്ഞല്ലേ ഡാഡിക്ക് മനസ്സിലാവൂ. എന്റെ ലോക്കിനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. ആരാ? എന്റെ ബോയ് ഫ്രണ്ട്, എന്റെ ലവർ. ബോയ് ഫ്രണ്ടാ? ഡാഡിയുടെ കുഞ്ഞ് കരയാതെ. ഡാഡിയുടെ പൊന്നു ലക്ഷ്മിന് തെറ്റിപ്പോയതാ, പ്രൊനൗൺസിയേഷൻ തെറ്റിപ്പോയി. ഗേൾ ഫ്രണ്ട് എന്നായിരിക്കും ഉദ്ദേശിച്ചതല്ലേ? അയ്യോ അനുച്ചേട്ടാ, അവൻ കറക്റ്റ് ആയിട്ടില്ല ഉദ്ദേശിച്ചു. അവന് പ്രൊനൗൺസിയേഷൻ തെറ്റിയിട്ടൊന്നുമില്ല, ബോയ് ഫ്രണ്ട് തന്നെയാ. അവൻ ലൂക്കയുടെ കാര്യം പറയുന്നത്. ഓടി ഇവിടുന്ന്, നിനക്ക് തെറ്റിയതായിരിക്കും അല്ലേ കുഞ്ഞ്? അല്ല, എന്റെ ബോയ് ഫ്രണ്ട് ലൂക്ക. അവന്റെ ഒരു ബോയ് ഫ്രണ്ട് കിടന്ന് മോങ്ങുന്നത്, പട്ടി മോങ്ങുന്ന പോലെ. ഇനി എങ്ങാനും നിന്റെ കാഴ്ചയിലൂടെ കേട്ടാ വായുവിന്റെ തുണി കയറ്റി ഞാൻ ആ മുക്കിലെങ്ങാനും കൊണ്ട് കെട്ടിയിടും. പറഞ്ഞു മനസ്സിലായോ? ബോയ് ഫ്രണ്ട്. ഞാൻ എന്റെ ലോക്കയുടെ ഒപ്പം എവിടെ കെട്ടിയിട്ടാലോ? മുട്ടുകലി ഞാൻ തല്ലിടിക്കും. തലയെ കെട്ടി വെച്ചപ്പോ അതിന് തലകരന്ന് നൃത്തം കളിക്കുന്നോ? താഴോട്ട് ചവിട്ടിക്കൂട്ടും ഞാൻ. എന്താണ് നിന്റെ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? രണ്ടാമത്തെ പുന്നാര പുത്രനല്ലെന്നും പറഞ്ഞ് കൊഞ്ചിച്ച് വഷളാക്കിയത് എന്റെ തെറ്റ്. ശരിക്കും നിന്നല്ലടാ, എന്നെ വേണം പറയാൻ. എന്നെ ഡാഡീനെ പറഞ്ഞ പോര്. ഇപ്പൊ ഡാഡി ഇതിന് എന്നെ പറയുന്നേ? എന്തോന്നടി ഇതൊക്കെ? ഈ ചെക്കനെ വഷളാക്കിയെന്നും പറഞ്ഞിട്ട് ഇതിന്റെ ബുദ്ധിക്കും കുറവുണ്ടാവും. ഇതൊക്കെയാണ് വിളിച്ച് പറയുന്നേ. ഇതെന്തോ ആടി ഇതൊക്കെ? നടക്കാനുള്ളതൊക്കെ നടന്നു. ഇനി അത് അംഗീകരിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ മോന്റെ സന്തോഷമില്ലേ നമുക്ക് വലുത്. അവനൊരു ആങ്കൊച്ചിനെ ഇഷ്ടപ്പെട്ടു. ഇനി അവരുടെ കല്യാണം അങ്ങ് നടത്തി കൊടുക്കണം. എന്ത് എളുപ്പത്തിലാണ് നീ പറഞ്ഞത്? ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. ഒരാണിന്റെ പെണ്ണിന്റെയും കല്യാണം നടക്കുമ്പോൾ 100 കുറ്റം കുറവാൻ കണ്ടുപിടിക്കാൻ ആൾക്കാരാ. അപ്പൊ 2 ആൺപിള്ളേരെ നടക്കുമ്പോഴോ ആളുകളുടെ മുന്നിൽ നാണം കെടും. തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റില്ല നാട്ടുകാരുടെ മുന്നിൽ. ഞാൻ സമ്മതിക്കില്ല. ഇവനെന്താ വല്ല ടാട്ട ഓടിക്കുന്നോ? അതിന്റെ വായിൽ വല്ല കുത്തി കിറ്റി വെക്ക്. കുറച്ച് സമാധാനങ്ങൾ കിട്ടട്ടെ എനിക്ക്. നിങ്ങളുടെ അഭിമാനം മാനക്കേടും നാട്ടുകാരെ മുഖത്ത് നോക്കലൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല. എൻ്റെ മോൻ്റെ സന്തോഷം ഏതാ അതിനാ ഞാൻ കൂട്ടം നിൽക്കുള്ളൂ. എൻ്റെ ചക്രി, നീ കരയാതെടാ. മമ്മ നിന്റെ കൂടെയുണ്ട്. മമ്മ നിന്റെ കല്യാണം നടത്തി തരും. ലവ് യുടാ. കരയാൻ പാടില്ല കേട്ടോ. എന്റെ വീട്ടിലേക്ക് ഒരു ആൺകൊച്ചു വരുമാനമായിട്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ കല്യാണം നടത്തില്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ കല്യാണം നമ്മുടെ ഡിവോഴ്സ് ഒരേ ദിവസമായിരിക്കും. എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. മോനെ ലക്ഷു കരയരുത്. ഡാഡിയുടെ കണ്ണനല്ലേ? മരുമോൻ ലൂക്കോട് ഡാഡിനെ വന്ന് കാണാൻ പറയും കേട്ടോ. ഡാഡ ഓക്കെ അല്ലേ?
പിന്നെ സന്തോഷം. വാമോടെ ഇരിക്കുകയാണ് നല്ലത്. എന്ത് ചെയ്യും, തിന്നാൻ വലുത്. നല്ല ടേസ്റ്റ്. ലക്ഷു, ലൂക്കയെ കണ്ട് സംസാരിക്കേ, എല്ലാം ക്ലിയർ ആവും. നീ കറിയാതെ കഴിച്ചേ, അല്ലെങ്കിൽ ഡാഡ മുഴുവൻ തീർക്കും. നേരോ, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. നിന്റെ ഡാഡ് ഡേവിഡ് മിഹേൽ എന്ത് പറയുന്നു? ഇപ്പോഴും പ്രശ്നം തന്നെയാണോ? ഡാഡി സമ്മതിക്കില്ലെന്ന് തീരെ നിനക്ക് അറിഞ്ഞൂടെ? അങ്കിളുമായിട്ടുള്ള പ്രശ്നം തീർക്കാൻ ഡാഡിക്ക് ഉദ്ദേശമില്ല. നമ്മളെ രണ്ടുപേരും ഒന്നിപ്പിക്കില്ലെന്നാ ഡാഡിയുടെ വാശി. ഡേവിഡ് മിഹേലിനെക്കാട്ടും വാശിയുണ്ട് ഈ ധീരാവ് മാധവന്. നിന്നെ സ്വന്തമാക്കുന്നുള്ള വാശി. അയാൾ ഒരിക്കലും എൻ്റെ മുന്നിൽ ജയിക്കാൻ പോകുന്നില്ല. എനിക്ക് നല്ല ഹെഡ് പെയിൻ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ബാത്ത് ചെയ്താലോ? എൻ്റെ ഹെഡ് പെയിൻ ഒന്ന് കുറയും. ധീരവ്, ഈ സമയത്ത് തന്നെ വേണോ? പിന്നെ ഈ സമയത്തല്ലാതെ എപ്പോഴാ? വാടാ. ശരിക്കും അവിടെ നല്ല ഭംഗിയുണ്ട്. എന്തിനാ ശരി നിർത്തിയത്? എന്നെ കണ്ടോണ്ടാണോ? നിനക്കിത് തിരക്കുണ്ടോ? ഓഫീസിലെ മീറ്റിംഗ് കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. ഹരീഷ് വന്നില്ല ഇന്ന്? ഹരീഷ് വന്നില്ല, ഇന്ന് ലീവാ. എനിക്കിന്ന് പുറത്തു പോകണമായിരുന്നു. എന്റെ കയ്യിൽ ഇച്ചിരി വേദനകളുകൊണ്ട് ഡ്രൈവിംഗ് പറ്റില്ല. എന്നെ ഇത് കൊണ്ടുപോകും. ആ, അതിനെന്താ, വന്ന് വണ്ടി കയറ്. ഒരു സ്ഥലം വരെ പോവാന്ന് പറഞ്ഞു. എവിടെയെന്ന് പറഞ്ഞില്ലല്ലോ. അറിയാം, നീ വണ്ടി എടുക്ക്. എവിടേക്ക് വെച്ചിട്ടപ്പോ ഞാൻ വണ്ടി എടുക്കണ്ടത്? നിന്റെ കൂടെ വെറുതെ ഇങ്ങനെ യാത്ര ചെയ്യാൻ തോന്നി, അതുകൊണ്ടാ. അല്ല, വണ്ടി എടുത്ത് സ്റ്റോപ്പ് ആയത്. ഞാൻ നോക്കിട്ട് വരാവേ. ഓ നോ, ടയറ് പഞ്ചറായി. ഞാൻ സ്റ്റെപ്പിനെ എടുത്ത് മാറ്റട്ടെ. വേഗം സ്റ്റെപ്പിനെടുത്ത് മാറ്റി. യാത്ര തുടങ്ങണ്ടേ? നിന്നെ ഇപ്പോഴല്ലേ കിട്ടുള്ളൂ. മോനെ ധീര, ഡാഡാ, 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 എപ്പോഴെങ്കിലും നീ എന്നെ ഡാഡാന്ന് വിളിച്ചല്ലോ. ഡാഡാ. ലൂക്ക, ലൂക്ക, എന്നോട് പിണക്കാണോ ലൂക്ക? എന്തിനാ നീ ഇപ്പൊ വന്നത്? എന്നെ വിഷമിച്ച് നിനക്ക് മതിയായില്ലേ? ലക്ഷു, നീ പോ. എനിക്ക് നിന്നെ കാണണ്ട. ലൂക്ക, അങ്ങനെ പറയല്ലേ. എപ്പോഴും നിന്റെ അടുത്ത് ഓടിപ്പോകുമ്പോ തിരിച്ചെത്തുമ്പോ നീ എന്നെ ചേർത്ത് പിടിക്കും. ഒരിക്കലും എന്നെ വിട്ട് പിരിയില്ലെന്നൊരു വിശ്വാസമുണ്ട്. ഇപ്രാവശ്യം ഞാൻ ചെയ്ത് തെറ്റാന്ന് എനിക്കറിയാം. അതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും തോന്നോ. എന്നെ വീട്ടിൽ പിരിയല്ലേ ലൂക്ക. ലക്ഷ്യുടെ ലൂക്ക ഒരുപാട് ഇഷ്ടം. നിർത്തുന്നുണ്ടോ നിന്റെ കരച്ചില്? അന്ന് എനിക്ക് എത്ര വേദനിച്ചെന്നറിയോ ഇനി തനിച്ചാക്കിട്ട് പോയപ്പോ? എന്നെ കുറിച്ചൊന്നും വിചാരിച്ചില്ല നീ. എന്തിനാ നീ ഇപ്പൊ ഈ കരയുന്നേ? നിന്നെ നിന്ന് അകന്നു പോയി. എവിടെങ്കിലും പോയി ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. ഇനി ഒറ്റയ്ക്ക് മതിയും തീരുമാനിച്ചതാ. പക്ഷെ അന്ന് നീ എന്നെ ഇട്ടേച്ച് പോക്കുള്ള വേദന നീ കരയുന്ന കാണുമ്പോ ഞാൻ കരയൂല. പക്ഷെ ലോക്ക് എന്നെ വിട്ട് പോവില്ലെന്നും പറയും. എന്നോട് പെണങ്ങില്ലെന്നും പറയും. ഞാൻ എങ്ങോട്ടും ലോക്കെ വിട്ട് പോവില്ല. ഞാൻ നാട്ടിൻ്റെ അടുത്ത് എല്ലാം തുറന്നു പറഞ്ഞു. ഇനി നമുക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് പോവാം. പ്ലീസ് ലൂക്ക. ലൂക്ക എവിടെ പോയാലും അവിടെയൊക്കെ ഞാൻ നിന്നെ തേടി വരും. ഞാൻ നിന്നെ പിടിച്ചിരിക്കുന്ന ജിന്ന ഒരിക്കലും വിട്ടു പോവില്ല.
എന്റെ കുട്ടി ജിന്നെ, എനിക്ക് നിന്നോട് പിണങ്ങാൻ പോലും കഴിയുന്നില്ലല്ലോടാ. കിമി ഹാഗ്. ഇവനെന്ത് ആവശ്യമില്ല സമയത്ത് വിളിക്കുന്നത്? ഹലോ ചിരാ, എന്താടാ? ആ, ഞാൻ ലൂക്കയുടെപ്പാ. എന്താന്ന്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിട്ട്? ഓക്കെ ഓക്കെ ശരി. എന്താ, ഫോണായിരിക്കില്ലേ? എന്തായാലും നീ വേഗം പോവാൻ നോക്ക്. ആര് പറഞ്ഞു? ലൂക്കയില്ലാതെ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഇനി നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാ. പിന്നെ ചിരായി വെച്ച് വരുന്നല്ല, മാധവങ്ങളുടെ എസ്റ്റേറ്റ് പറ്റി ഹോസ്പിറ്റൽ അത്രേ. അയ്യോ, ധീര അവിടെ ഒറ്റയ്ക്കാവില്ലേ? അങ്ങനെ കുഴപ്പങ്ങളുണ്ടോ? നമുക്ക് തന്നെ ഇപ്പൊ തന്നെ പുറപ്പെടാം. നീ വാ. ധീര, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അങ്ങളുടെ കാര്യം എന്താ ഡോക്ടർ പറഞ്ഞേ? ധീര, അങ്കിളിന് എങ്ങനെയുണ്ടോ? ഒന്ന് പറയ്. മാസ്റ്റർ, ഞാൻ ഡോക്ടറെ അടുത്ത് സംസാരിച്ചിട്ട് വരാം. ധീരവ്, എന്താ സംഭവിച്ചതെങ്കിലും ഒന്ന് പറയടാ, മിണ്ടാതിരിക്കാതെ. അവന് പ്രഷർ ചെയ്യണ്ട, അവൻ പറയുമ്പോ പറയട്ടെ. ധീരം, ഒന്ന് തുറന്ന് പറയുന്നുണ്ടോ? എന്താ സംഭവിച്ചത് ശരിക്കും? നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിന്റെ അപ്പൻ്റെ അടുത്ത് പോയി ചോദിക്കണം. അങ്ങനെയല്ലേ എന്നെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടത്. എനിക്ക് നേരെ വന്ന ബുള്ളറ്റ് എന്റെ ഡാഡ വാങ്ങി ഇതപ്പോ ആശുപത്രി കിടക്കുന്നത്. അനാവശ്യം പറയരുത്. വിടറോ എന്നെ. എടാ, ഇത് ഹോസ്പിറ്റലാണ്, പ്രശ്നം ഉണ്ടാക്കാതെ. രണ്ടുപേരൊന്നും നിർത്ത്. ധീര, ഇസ്ര വേണ്ട. ഇസ്ര വേണ്ട, മാറി നിൽക്കണോ? എന്താ രണ്ടാളും കാട്ടുന്നത്? ഇത് ഹോസ്പിറ്റലോ? രണ്ടും കൂടി തമ്മിൽ തല്ലി ചാവാനാണോ? ഉള്ള പ്രശ്നങ്ങളൊന്നും പോരാഞ്ഞിട്ടാണോ നീ? ഇസ്ര, നിന്റെ ഡാഡ് തന്നെ എല്ലാത്തിനും കാരണം. പോയി അവരുടെ അടുത്ത് ചോദിക്കുന്നതാണ്. ഇസ്ര, ഡേവിഡ് നിന്റെ ഡാഡിയാണെന്നുള്ളത് മറന്ന് പെരുമാറരുത്. ഐ എം സോറി ആൻഡ് ഐ ലവ് യു. ഐ ലവ് യു ടു. പേടിക്കില്ല, ഞാൻ എൻ്റെ കാര്യമൊന്നും ചെയ്യില്ല. ഇതെന്താ അവിടെ നടക്കുന്നത്? ഫസ്റ്റ് അപ്പൊ ഇവർ രണ്ടുപേരും ഈ ബന്ധം കൂടി ഉണ്ടോ? ഓഹ്, ഇതിനും കൂടി ഒരു കുറവേണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ തന്നെ ബോയ് ബോയ് എന്നുള്ള ബന്ധം തന്നെ എനിക്കിഷ്ടമല്ല. അതിനെ ഇടയ്ക്കാ ഈ രണ്ട് സൈക്കോകൾ തമ്മിൽ. മോനെ, അയ്യോ, ലക്ഷ്മണ എന്ത് പറ്റി? എന്താ പറ്റിയതോ? നിങ്ങൾ രണ്ടുപേരും കൂടി കാട്ടിക്കൂട്ടിയായിരുന്നത് എന്താ? അടിച്ച് മുഖത്തൊക്കെ രക്തം വന്നിരിക്കുക. എന്റെ പൊന്നാരനിയന് ഒരു കൊതുകിനെ തല്ലാൻ പോലുള്ള ആവതില്ല. അവൻ അതടക്കം പേടിയാ. അവന്റെ മുന്നേ വെച്ച് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി അവന്റെ ബോധം പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഓ, ഞാനത് മറന്നു, സോറിടാ. മാസ്റ്ററിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവിടെ അടിയും ബഹളമൊക്കെ നടന്നു പറഞ്ഞേ. മേത്തെവിടെയെങ്കിലും പൊട്ടലെന്തെങ്കിലും ഉണ്ടോ? അല്ല, എനിക്ക് നിന്റെ മാസ്റ്ററിന് ഒന്നും പറ്റിയിട്ടില്ല. ആരൊന്നും ചെയ്തിട്ടില്ല. എപ്പൊ നോക്കിയാലും മാസ്റ്റർ എന്ന് വിളിച്ചു കിടക്കുക. എടാ, നിന്റെ മനസ്സിലൊരു തുറന്നു വന്ന് രണ്ടുപേരോട് ഒരുമിച്ച് നടക്ക്. അപ്പൊ പിന്നെ അവൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. എടാ, മനസ്സിലുള്ള എടാ, എന്തൊക്കെയാ പറയുന്നേ? ഓ, അവന്റെ ടാക്ടർ ഓടിക്കൽ തുടങ്ങി. എടാ, നിന്റെ അടുത്ത് മുന്നേ പറഞ്ഞില്ല രണ്ട് സൈക്കോട്ട് എടുത്ത് കൂടരുത്. അവന്മാരെയായിട്ട് നിനക്ക് ആപത്തെന്ന്. എപ്പൊ നോക്കിയാലും അവന്റെ ബോധം പോക്കും, ഇരുന്ന് മോങ്ങലും. എന്റെ പൊന്നു കുഞ്ഞു ഒന്നൊക്കെ അറിയാതെ അത് ഹോസ്പിറ്റലാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ചീത്ത പറയൂ. എന്താ എന്റെ കുഞ്ഞെ പറയേ? ഞാനൊരു സണ്ണില്ലോ, ലൂക്ക. ഡാഡാ, ഹലോ ഡാഡാ. ഈ കുള്ളനാണോ എന്റെ മരുമോൻ? ആഹാ, അയാളുടെ മോൻ അമിതാഭ് ബച്ചന്റെ പൊക്കമൊന്നുമില്ലല്ലോ. ഞാനാ ആരുടെ ബോധവും പോയി. എന്താ ഇസ്ര, എന്തു പറ്റി? നീ ആരെങ്കിലും അടിയുണ്ടാക്കിയോ? എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നം എന്റെ ഡാഡ് തന്നെയാ. ഡാഡ് എന്തിനാ ധീരവനെ കൊല്ലാൻ വേണ്ടിട്ട് ആളെ വിട്ടത്? ഇല്ലെന്ന് കള്ളം പറയരുത്. ഞാൻ ധീരവനെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടിട്ടില്ല. ഡാഡിന്റെ അടുത്ത് കള്ളം പറയരുത്. തെളിവുണ്ട് എന്റെ കയ്യില്. ഇല്ല, ഞാൻ ഒരിക്കലും അവനെ കൊല്ലാൻ പറഞ്ഞിട്ട് ആളെ വിട്ടിട്ടില്ല. അവനെ ഭീഷണിപ്പെടുത്തി നിന്നിൽ നിന്ന് അകറ്റാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും ഞാൻ ധീരവനെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. ഡാഡ കൊല്ലാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഡാഡ പറഞ്ഞ ആൾക്കാർ എന്തിനാ അവനെ കൊല്ലാൻ ശ്രമിച്ചത്? എന്തോ ഭാഗ്യത്തിന് അവൻ രക്ഷപ്പെട്ടത്. പക്ഷെ അങ്കിൾ ഇപ്പൊ ആശുപത്രിയില്ല.
മാധവൻ എന്ത് പറ്റി? അവനെന്താ ആശുപത്രിയില്? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്താ ഉണ്ടായത്? ധീരവിനെ രക്ഷിക്കാൻ വേണ്ടി ബുള്ളറ്റ് അങ്കിളെ ഏറ്റുവാങ്ങിയത്. ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് വിളിച്ചിരുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞു, കുഴപ്പമില്ലെന്നാ പറഞ്ഞ്. ഡാഡിക്ക് സന്തോഷല്ലേ അങ്കിള് വേദനിക്കുന്നത് കാണുമ്പോ? നിർത്തണോ? എന്തറിഞ്ഞിട്ടാ നീ പറയുന്നേ? അവര് വേദനിച്ച എന്റെ നെഞ്ചൊക്കെ എടുത്ത് പേടിക്കുന്നത് അത് ആർക്കും അറിയില്ല. എന്റെ മനസ്സ് മനസ്സിലാക്കാൻ അവൻ പോലും ശ്രമിച്ചിട്ടില്ല. എനിക്ക് അവനോട് ദേഷ്യമുണ്ട്, വൈരാഗ്യമുണ്ട്. ശരിക്കും അവനെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അവനെ. അവനെന്നോട് അന്ന് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തെന്ന് ഒരു വാക്ക് വന്ന് പറഞ്ഞെന്ന് മാപ്പ് പറഞ്ഞാൽ എല്ലാം ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഇതുവരെയ്ക്കും അന്ന് എന്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തെന്നുള്ളത് ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഡാഡ ഐ എം സോറി. പക്ഷെ ഡാഡ ധീരവിനെ വേദനിപ്പിക്കാൻ നോക്കിയത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ഡാഡ ആർക്കാ കൊട്ടേഷൻ കൊടുത്തത്? ധീരവിനെതിരായിട്ട് കേസ് ബാധിച്ചല്ലേ സാഹിർ, അവനെ ഞാൻ കൊട്ടേഷൻ കൊടുത്തത്. പക്ഷെ ഞാൻ കാരണം എന്റെ മാധവ് ആ യൂസ്ലെസ് ഒക്കെ ചതിച്ചതാ. ഡാഡ വിഷമിക്കണ്ട, ഡാഡ കാരണം നല്ല പിന്നെ സംഭവിച്ചത്. ആ വക്കീലിനോട് ഞങ്ങൾ കൊടുത്തോളാം. ഡാഡിക്ക് അങ്കിളിനെ കാണണ്ടേ? സോറി മോനെ, ഇപ്പം തന്നെ ഞാൻ അവനെ കാണുന്നില്ല. ഇസ്ര ആരാ എന്താന്നൊക്കെ അറിഞ്ഞോ? ആ സീനിയർ അഡ്വക്കേറ്റ് അല്ലേ അവൻ? കിട്ടിയതൊന്നും പോരാവന്. ഇസ്ര, നിനക്ക് അവനെ ഈ ജീവനോടെ വേണമെന്ന് ആഗ്രഹമുണ്ടോ? എന്തിന്? ഇനി അവനെ ശവമായിട്ട് ഈ ലോകത്ത് കാണാൻ താല്പര്യമില്ല. എനിക്ക് തനിച്ചെന്തിനു പോകുന്നേ? ഇതിന് ഞങ്ങൾ മാത്രം പോയാൽ മതി. ഇത് അപകടം പിടിച്ചതാ, നിങ്ങൾ രണ്ടുപേരും വരണ്ട. പിന്നെ നിന്റെ ഈ മാസ്റ്ററെ സൂക്ഷിച്ചോണം. എന്നെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഓടി അകത്തേക്ക് എങ്ങാനും കയറി വല്ല അപകടത്തിലും ചെന്ന് ചാടുവൻ. ഞങ്ങൾ രണ്ടുപേരും എന്നെ തേടി വന്നല്ലോ, എന്നെ ജീവനോടെ ഇവിടെ നിന്ന് പോവില്ല. ഇവന്മാരൊന്നിനെ കൊള്ളില്ല. എങ്ങോട്ട് പോകുന്നു സീനിയർ? ഒരാട്ടി കിട്ടിയാൽ മനസ്സിലാക്കണം. രണ്ടാമത് ഞങ്ങൾ അടിയല്ലേ തരാ. നിങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ല. എന്നെ നിങ്ങൾക്ക് വേണ്ടതല്ലേ എല്ലാ രീതിയിലും. എന്താ സീനിയർ, അന്നത്തെ ആ ഫണ്ണ് കഴിഞ്ഞത് കഴിഞ്ഞു. തിരിഞ്ഞുകൊത്തിയ വിശപ്പാമ്പനെ ഞങ്ങൾ ഒരിക്കലും കൂട്ടിലിട്ട് വളർത്തില്ല, കൊന്നുകളയുള്ളൂ. ഞങ്ങൾക്ക് തന്നോട് പ്രണയമൊന്നുമില്ല, ജസ്റ്റ് ഫോർ ഫൺ. സീനിയറിന്റെ ആഗ്രഹം കൊള്ളാലോ. ഞങ്ങളുടെ ഇടയിലേക്ക് കയറി വരാൻ നോക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രം മതി, വേറെ ആരുടെയും ആവശ്യമില്ല. തീരാവോ? ദാ എന്താ മാസ്റ്റർ, ടെൻഷനാണോ? ധീരവനൊന്നും പറ്റില്ല മാസ്റ്റർ. ഫയദ്, നിനക്ക് ധീരവനൊക്കെ വിളിക്കാലോ. എന്നെന്തിനാ ഈ മാസ്റ്റർ എന്ന് വിളിക്കുന്നത്? ബോയ് ഫ്രണ്ടിനെ ആരും മാസ്റ്റർ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ബോയ് ഫ്രണ്ട്? സീരിയസ്ലി? കാര്യമായിട്ടാണ് പറഞ്ഞത്? ആ സീരിയസ്ലി. എൻ്റെ കൂടെയുള്ള എല്ലാവരും കമ്മിറ്റഡാ. എന്തിന്? എൻ്റെ അനിയൻ പോലെ 5 വർഷമായി അവൻ്റെ ലവ് സ്റ്റോറി എൻ്റെ മുന്നിൽ തന്നെ. എനിക്ക് സഹിക്കുന്നില്ല. ഞാനിനി എന്തിനാ കമ്മിറ്റഡ് ആവാതിരിക്കുന്നത്? എനിക്ക് വയ്യ സിംഗിളായിട്ടിരിക്കാൻ. എൻ്റെ കൂടെയുള്ള ആളെ ഞാൻ എത്ര നാൾ ചിട്ട കണ്ടില്ലെന്ന് അടിക്കുന്നത്. എത്ര നാളെ ഈ ഒരു വാക്കിന് വേണ്ടി ഞാൻ കാത്തിരിക്കണമെന്ന് അറിയോ? ഐ ലവ് യു ചരിത്. രണ്ടുപേരും ശല്യം ചെയ്യാതെ നമുക്കങ്ങ് പോവാ ഇസ്ര. ബെസ്റ്റ് ഓഫ് ലക്ക് ഗൈസ്. എന്റെ പൊന്നു ധീരവ്, എത്ര നാളായി ഞാൻ വീടിനകത്ത് അടച്ചുകൂട്ടിയിരിക്കുന്നു. എനിക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കണം, ഓഫീസിൽ ഒന്ന് പോകണം, മടുത്തു തുടങ്ങി ഇവിടെ ഇരുന്ന്. പ്രകൃതി ഭംഗി ഇവിടെ ഇരുന്നിട്ടും കാണാം. ഓഫീസിലത്തെ വർക്ക് ഓൺലൈൻ വഴി ചെയ്താൽ മതി. ഡോക്ടർ 2 മാസം റെസ്റ്റ് പറഞ്ഞത്, ഇപ്പൊ 1 മാസം ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് റെസ്റ്റ് എടുക്കന്നെ വേണം. പിന്നെ ഞാനും ഇസ്രയും കൂടി ഇന്ന് ഇവിടുന്ന് പോവും. ഞങ്ങൾ ഇനി എന്നാ വരുമെന്ന് പോലും അറിയില്ല. എടാ, ഒരു താടിയോട് ഇങ്ങനെ ചെയ്യില്ലടാ. ഡാഡിനെ ഈ കൂട്ടിനകത്ത് അടച്ചിട്ടിട്ട് നീ സർക്കിട്ട് അടിക്കാൻ പോകുന്നു നിന്റെ ബോയ് ഫ്രണ്ടിന്റെ ഒപ്പം. നിനക്ക് എങ്ങനെ തോന്നുന്നടാ അത്? ഹരീഷ് പോലും ലീവിലാടാ. കുറച്ചു ദിവസം കഴിഞ്ഞാൽ അവൻ വരുള്ളൂ. ഞാനിവിടെ ഒറ്റയ്ക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? എടാ, എന്നിട്ടേച്ച് പോകല്ലടാ നീ. ഡാഡാ, ഓവർ ആക്ടിങ് ഒന്നും വേണ്ട. ഹരീഷ് ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ വേറെ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആള് വന്ന ആളുടെ അടുത്ത് മിണ്ടിയും പറഞ്ഞു. ഇപ്പൊ ഇവിടുന്ന് ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ചു ഓഫീസിലെ വർക്ക് ഓൺലൈനിലും ചെയ്തു ഡാഡിയുടെ സമയം ചിലവഴിക്ക്. ആള് ഡാഡിയെ നല്ലപോലെ നോക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എന്റെ ബോയ് ഫ്രണ്ട് എന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് പോകാൻ ടൈമായി.
ഞാൻ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എന്തായാലും ആള് വരും. ബൈ ഡാഡാ. എടാ നിന്നെ ഡാഡി ഓമിനേഷൻ ഏൽപ്പിച്ച് പോവല്ലടാ. അതെന്താ ഓമിനേഷൻ വരെ വിശ്വസിക്കാൻ കൊള്ളാത്ത? എന്നെ കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഉള്ളിൽ തോന്നുന്നുണ്ടോ? ഡേവിഡ് നീ എന്താ ഇവിടെ? നീ ഓമിനേഴ്സോ? നിന്റെ ബിസിനസ് വല്ലതും തകർന്നു? നിനക്കെന്താ? എന്റെ ബിസിനസ് തകർന്നിട്ടൊന്നുമില്ല. നിന്റെ മുന്നിൽ വരില്ലെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തതാ. പക്ഷെ എന്ത് ചെയ്യാം, വേറെ വഴിയില്ലാതെ പോയി. നിന്റെ ഈ അവസ്ഥയ്ക്ക് ഞാനും കൂടി ഒരു കാരണമാണല്ലോ. പിന്നെ എത്ര നാളിച്ചിട്ടോ എന്താ ശരിക്കും നമുക്കിടയിൽ നടന്നത്? നീ എന്താ എന്നെ നിന്ന് ഒളിപ്പിക്കുന്നത്? ഡേവിഡ് എല്ലാം നിന്റെ അടുത്ത് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചതാ. പക്ഷെ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിന്റെ മനസ്സിൽ ഞാൻ നിനക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, അതിനപ്പുറം നീ. നിന്നോടെല്ലാം തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് രേണുകയും നീയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത്. നിന്റെ സന്തോഷത്തിന് വേണ്ടി എല്ലാം ഞാൻ മൂടി വെച്ചു. പക്ഷെ നീ അറിയുന്നതിന് മുമ്പ് എന്റെ ഡാഡ എന്റെ മനസ്സിലുള്ളത് അറിഞ്ഞു. നിന്റെ ജീവനും നിന്റെ സന്തോഷത്തിനും വേണ്ടി നിന്നിൽ നിന്ന് ഞാൻ അകലുന്നത് നല്ലതെന്നാ എനിക്ക് തോന്നിയത്. ഡാഡ മരിച്ചിട്ടെങ്കിലും എനിക്ക് നിന്റെ അടുത്ത് വന്നെല്ലാം തുറന്നു പറയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും നിനക്ക് നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നു. മാധവ്, നീ പറഞ്ഞത് നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു? ഉണ്ടായിരുന്നല്ല, ഇപ്പോഴും ഉണ്ട്. എത്ര കാലം കഴിഞ്ഞാലും നിന്നോടുള്ള പ്രണയത്തിന് എനിക്കൊരു മാറ്റം ഉണ്ടാവില്ല. നീ എന്നെപ്പോ ഒരു വീടായിട്ടാവും കാണുന്നല്ലേ? അതെ, വീടായിട്ട് തന്നെ കാണുന്നത്. എന്തായാലും ഈ വയസ്സാം കാലത്ത് എനിക്കൊരു ഹസ്ബൻഡിനെ കിട്ടിയല്ലോ. നിന്നെ ഇപ്പൊ നോക്കുന്ന പോലെ എനിക്ക് വല്ലതും വന്നാൽ നീ എന്നെ നോക്കണം. ഞാൻ നിനക്ക് വേണ്ടി ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ഹസ്ബൻഡോ? അല്ല, നീ എന്താ ഉദ്ദേശിച്ചേ? എനിക്ക് മനസ്സിലായില്ല, ഒന്ന് വ്യക്തമാക്കിട്ട് പോ. ഇനി ഇതിലും കൂടുതൽ വ്യക്തമായിട്ട് ഞാൻ എന്താ പറയാനാ? എനിക്ക് പണിയുണ്ട്, ഞാൻ അത് ചെയ്യട്ടെ. എത്ര നേരം ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്ന് അറിയോ? രണ്ട് താരന്മാരുടെയും മാരേജ് കൂടി നടത്തി കൊടുത്തിട്ടാണോ നീ വരുന്നത്? ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോലെ അപ്പൊ തന്നെ പ്രശ്നം തുടങ്ങണം. നീ വന്ന് വണ്ടി കയറി. ഇനി ഇവിടെ നിന്ന് നേരം വൈകിക്കണ്ട.